ഹായ് എവരി വൺ അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അവസാനം നടന്ന SSC CGL പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ആൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ചോദ്യങ്ങളാണ് എന്ത് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓൾറെഡി മോഡേൺ ഇന്ത്യയിലെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ വട്ടം SSC CGL നടന്നപ്പോൾ മോഡേൺ ഇന്ത്യയിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. ഈ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, ആൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ചോദ്യങ്ങളൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ക്ലാസ് കാണുന്നവർക്കറിയാം, നമ്മൾ ചുമ്മാ ചോദ്യം പറയാ ഉത്തരം പറയാ തത്തമേ പൂച്ച പൂച്ച ലൈനിലല്ല, ഓരോ ചോദ്യം എടുത്ത് കീറി മുറിച്ച് അതിൽ ഓപ്ഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആ ചോദ്യത്തിലെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം പറഞ്ഞ് ഓൾറെഡി ചോദിച്ച പല ചോദ്യങ്ങളും അതുപോലെ തന്നെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും എല്ലാം അത്തരത്തിലുള്ള എല്ലാ പോയിന്റുകളും പ്രധാനപ്പെട്ട പോയിന്റുകളും ഡിസ്കസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യാറുള്ളത്, നമ്മൾ മുന്നോട്ട് പോകാറുള്ളത്. സോ അത്തരത്തിലുള്ള മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമുക്ക് എന്ത് ചെയ്യാം, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. അതിനു മുമ്പ് നിങ്ങൾക്ക് റെഫർ ചെയ്യാനുള്ള എളുപ്പത്തിനായിട്ട് ഞാനത് ടോപ്പിക്കുകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സാധാരണ ഈ പറയുന്നത് പോലെ ആൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ സ്റ്റോൺ ഏജിലും ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നൊക്കെയാണ് കൂടുതൽ ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, SSC CGL ചോദിക്കാറ്. പക്ഷെ കഴിഞ്ഞ വട്ടം അതിനൊന്നും കാര്യമായിട്ട് ചോദ്യങ്ങൾ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ വട്ടം തുടക്കം തന്നെ എവിടെ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്, വേദകാലത്ത് നിന്ന് അല്ലെങ്കിൽ വേദങ്ങളെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, തുടങ്ങിയിരിക്കുന്നത്. സോ അവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ആരംഭിക്കാം. ക്രോണോളജിക്കൽ ഓർഡറിൽ ആൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ കാര്യങ്ങൾ സംഭവിച്ച ഓർഡറിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കാലത്തിനനുസരിച്ചാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ചോദ്യങ്ങളും നമ്മൾ സോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ SSC CGL ചോദിച്ച ചോദ്യങ്ങളിലെ ആദ്യത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു ആശ്രമ സിസ്റ്റം ഓഫ് വേദിക് ലൈഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ദ തേർഡ് സ്റ്റേജ് ഓഫ് ലൈഫ്. അതായത് വേദകാലഘട്ടത്തിലെ ഒരു മനുഷ്യന്റെ ജീവിതത്തെ 4 ഘട്ടങ്ങളായിട്ടാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, തിരിച്ചിട്ടുണ്ടായിരുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആശ്രമ സിസ്റ്റം ഓഫ് വേദിക് ലൈഫ് എന്ന് പറയുന്നത്. അത്തരത്തിൽ അങ്ങനെ തരംതിരിച്ചിട്ടുള്ളതിൽ മൂന്നാമത്തെ വകുപ്പ് ഏതാണ് എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തെ അന്ന് തിരിച്ചിരുന്നത് 4 വകുപ്പുകളായിട്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അതിൽ ആദ്യത്തേതാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. ബ്രഹ്മചര്യം എന്ന് പറയുമ്പോൾ സ്റ്റുഡന്റ് ലൈഫാണ്, വിദ്യാർത്ഥി ജീവിതമാണ്. കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനൊക്കെയുള്ള കുട്ടിക്കാലം അല്ലെങ്കിൽ കൗമാരകാലത്തെയാണ് എന്തെന്ന് പറയുന്നത്, ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്നത്. ഗൃഹസ്ഥാശ്രമം എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിക്കുക അല്ലെ, ഭാര്യ മക്കള് കുട്ടികള് കുടുംബം, കുടുംബസ്ഥൻ എന്നുള്ള രീതിയിൽ ഹൗസ് ഹോൾഡറായിട്ട് ഫാമിലി ലൈഫ് ലീഡ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന പോലെ ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് വാനപ്രസ്ഥം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ റിട്ടയേർഡ് ലൈഫാണ്. ഈ പറയുന്നത് പോലെ ജോലിയെല്ലാം കഴിഞ്ഞു, അത്യാവശ്യം പ്രായമൊക്കെ ആയി, വിശ്രമം അല്ലെ, വിശ്രമവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വാനപ്രസ്ഥം എന്ന് പറയുന്നത്. നാലാമത്തേതാണ് സന്യാസം എന്ന് പറയുന്നത്. അതായത് ജീവിതമൊക്കെ കഴിഞ്ഞു, അതിലെ റിട്ടയർഡ് ലൈഫും കഴിഞ്ഞു, ഇനി മോക്ഷമൊക്കെ തേടി നന്മയൊക്കെ ചെയ്ത് എന്ത് ചെയ്യുക, സന്യാസ ജീവിതത്തിലേക്ക് കടക്കുന്നതിനെയാണ് ഏതെന്ന് പറയുന്നത്, സന്യാസ ജീവിതം എന്ന് പറയുന്നത്. എന്നിങ്ങനെ 4 വകുപ്പുകളായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, വേദകാലഘട്ടത്തിലെ ജീവിതത്തെ 4 ആശ്രമങ്ങളായിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തേതാണ് എന്തെന്ന് പറയുന്നത്, ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് വാനപ്രസ്ഥം എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് വാനപ്രസ്ഥം എന്ന് പറയുന്നത്. നാലാമത്തേതാണ് ഇതെന്ന് പറയുന്നത്, സന്യാസം എന്ന് പറയുന്നത്. നമ്മളോട് വളരെ സ്പെസിഫിക് ആയിട്ട് തേർഡ് സ്റ്റേജ് ഏതാണെന്ന് ചോദിച്ചത്. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്താണ്, നമ്മുടെ ആൻസർ വാനപ്രസ്ഥമാണ്. അതാണ് എന്തെന്ന് പറയുന്നത്, തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ എന്താണ് ആ 4 സ്റ്റേജുകളെന്നും അതിൽ ഓരോന്നും എന്തിനാണ് സൂചിപ്പിക്കുന്നതെന്നും കൂടെ എന്ത് ചെയ്യുന്നു, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തതിലോട്ട് പോട്ടെ. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. The Vedangas are Hindu auxiliary disciplines that originated in ancient times and are linked to the study of Vedas. അവർ തന്നെ കൃത്യമായിട്ട് എന്താണ് വേദാംഗം എന്ന് എന്ത് ചെയ്തു, നമുക്ക് പറഞ്ഞു തന്നു. അതാണ് ഇവിടുത്തെ കാര്യം. വേദാംഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദു ഓക്സിലറി ഡിസിപ്ലിൻസ് ദാറ്റ് ഒറിജിനേറ്റഡ് ഇൻ ആൻഷ്യന്റ് ടൈംസ് ആൻഡ് ആർ ലിങ്ക്ഡ് ടു ദ സ്റ്റഡി ഓഫ് വേദാസ്. വേദങ്ങളെ പറ്റി പഠിച്ച് അതിലെ കാര്യങ്ങളെ പറ്റി ഓരോരോ വകുപ്പുകളായി തിരിച്ചിരിക്കുന്ന സാധനമാണ് ഇതെന്ന് പറയുന്നത്, വേദാംഗാസ് എന്ന് പറയുന്നത്. ഈ വേദാംഗാസിനെ വിശേഷിപ്പിക്കാറ് ലിംസ് ഓഫ് വേദാസ് എന്നാണ്. അതായത് വേദത്തിന്റെ കൈകാലുകൾ എന്നുള്ള അർത്ഥത്തിൽ എന്ത് ചെയ്യാറുണ്ട്, ഈ പറയുന്ന വേദാംഗാസിനെ എന്ത് ചെയ്യാറുണ്ട്, വിഭജിച്ച് അല്ലെങ്കിൽ ക്ലാസിഫൈ പറയാറുണ്ട്. എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ പറയാറുണ്ട്, അങ്ങനെ വിളിപ്പേരുണ്ട് വേദാംഗാസിന്. ഇത് എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദീസ് ആർ ഡാഷ് ഇൻ നമ്പർ. ഇപ്പം ഞാൻ നിങ്ങളോട് മൊത്തം എത്ര വേദങ്ങളാണുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണുടച്ച് പറയും എത്ര വേദങ്ങളാണുള്ളത്, 4 വേദങ്ങളാണുള്ളത് എന്ന് പറയും അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഋഗ്വേദം, യജുർവേദം, അഥർവവേദം, സാമവേദം എന്നിങ്ങനെ 4 വേദങ്ങളാണ് എഴുതിയിരിക്കുന്നത് ഈ പറയുന്നത് പോലെ വേദങ്ങളായിട്ടുള്ളത്. പക്ഷെ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്ര വേദാംഗങ്ങൾ ഉണ്ടെന്നാണ്. ലിംസ് ഓഫ് ദ വേദാസ് അല്ലെങ്കിൽ വേദങ്ങളുടെ കൈകാലുകൾ എന്നറിയപ്പെടുന്ന എത്ര വേദാംഗങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 എണ്ണമാണ് എന്ത് ചെയ്യുന്നത്. ആ 6 എണ്ണത്തിന്റെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തേതാണ്, ഇതിനങ്ങനെ ഓർഡർ ഇല്ല എന്നിരിക്കലും, ആദ്യത്തേതാണ് മെട്രിക്സ് അല്ലെങ്കിൽ ചന്ദാസ് എന്ന് പറയുന്നത്. ചാന്ദാസ് അല്ലെങ്കിൽ ചന്ദസ് എന്നൊക്കെ എന്ത് ചെയ്യാറെന്ന് പറയുന്നത്. ഇത് എന്തിനെ പറ്റിയാന്ന് വെച്ച് കഴിഞ്ഞാൽ
റിതം അല്ലെങ്കിൽ പോയട്രിയെ പറ്റിയിട്ടുള്ളതാണ്. അതായത് നമ്മൾ ഈ റൈം ചെയ്യാന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയുക, ഒരേ പാറ്റേണിലൊക്കെ നമ്മളിപ്പം കവിതകളൊക്കെ ഉണ്ടാവില്ലേ, ശ്ലോകങ്ങൾക്കായാലും ഒരുപോലെ ഒരേ പാറ്റേണിലല്ലേ എന്ത് ചെയ്യാറുള്ളത്, എഴുതാറുള്ളത്. സോ അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന പോലെ മെട്രിക്സ്. അതിന്റെ അളവുകളും ആ ഒരു അർത്ഥത്തിൽ മെട്രിക് എന്ന് വെച്ചാൽ അറിയാലോ, അളവുകളാണ്. ആ കവിത എഴുതിയിരിക്കുന്ന, ആ പദ്യം എഴുതിയിരിക്കുന്ന, അല്ലെങ്കിൽ ശ്ലോകം എഴുതിയിട്ടുള്ള അതിന്റെ ആ ഒരു റിതം, ആ താളത്തെയാണ് ഇതെന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ മെട്രിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത് ഗ്രാമറാണ്. ഗ്രാമർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ അറിയാം എന്താണ്, വ്യാകരണമാണ് അല്ലേ. ഗ്രാമർ എന്ന് വെച്ചാൽ രണ്ടാമത്തേത് വ്യാകരണമാണ്. വ്യാകരണം എന്ന് വെച്ചാൽ എന്താണ്, ഗ്രാമറാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് വ്യാകരണം, ഗ്രാമറാണ്. മൂന്നാമത്തേതാണ് എത്തിമോളജി അല്ലെങ്കിൽ നിരുക്ത എന്ന് പറയുന്നത്. അതിൽ പറയുന്നത് ഈ ഓരോ വാക്കുകളുടെ ഉൽപ്പത്തിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നതാണ് ഇതെന്ന് പറയുന്നത് എത്തിമോളജി എന്ന് പറയുന്നത്. നാലാമത്തേത് ആസ്ട്രോണമി, ജ്യോതിഷ, നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. അഞ്ചാമത്തേത് റിച്വൽസ്, പല പല യാഗങ്ങൾ, പല പല കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതിനെപ്പറ്റി പറയുന്നതാണ് കൽപ്പ അല്ലെങ്കിൽ ഏതെന്ന് പറയുന്നത് റിച്വൽ എന്ന് പറയുന്നത്. ആറാമത്തേതാണ് ഫോണറ്റിക്സ് അല്ലെങ്കിൽ ശിക്ഷ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫോണറ്റിക്സ് അല്ലെങ്കിൽ ശിക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊനൗൺസിയേഷൻ ആണ്, ഉച്ചാരണത്തെ പറ്റി എങ്ങനെയാണ് കൃത്യമായി ചൊല്ലേണ്ടത് എന്നുള്ളതിനെ പറ്റി സംസാരിക്കുന്നതാണ് ഇതെന്ന് പറയുന്നത് ശിക്ഷ എന്ന് പറയുന്നത്. മക്കളെ ഇതിൽ ശരിക്കും ഞാനിപ്പോൾ പറയുമ്പോഴും ഈ ഇംഗ്ലീഷ് വാക്കുകളാണ് പറഞ്ഞത്, പക്ഷേ സത്യത്തിലെ വേദാംഗ എന്ന് പറയുമ്പോൾ അതിന്റെ ബ്രാക്കറ്റിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കറക്റ്റായിട്ട് ഓർക്കേണ്ടത്. കാരണം ചിലപ്പോൾ അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. ചന്ദാസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് എനിക്കറിയില്ല, ബട്ട് ചന്ദസ് അല്ലെങ്കിൽ ചന്ദാസ് എന്ന് പറയുന്ന വേദാംഗം എന്തിനെ പറ്റി സംസാരിക്കുന്നു, റിതം അല്ലെങ്കിൽ പോയട്രിയെ പറ്റി സംസാരിക്കുന്നു. വ്യാകരണ എന്ന് പറയുന്ന വേദാംഗം എന്തിനെ പറ്റി സംസാരിക്കുന്നു, ഗ്രാമറിനെ പറ്റി സംസാരിക്കുന്നു. നിരുക്ത എന്ന് പറയുന്ന എന്തിനെ പറ്റി സംസാരിക്കുന്നു, വാക്കുകളെ പറ്റിയും അതിന്റെ ഉൽപ്പത്തിയെ പറ്റിയും സംസാരിക്കുന്നു. ജ്യോതിഷ എന്ന് പറയുന്ന എന്തിനെ പറ്റി സംസാരിക്കുന്നു, ആസ്ട്രോണമിയെ പറ്റി സംസാരിക്കുന്നു. കൽപ്പ എന്ന് പറയുന്ന എന്തിനെ പറ്റി സംസാരിക്കുന്നു, റിച്വൽസിനെ പറ്റി, ആചാരങ്ങളെ പറ്റി സംസാരിക്കുന്നു. ശിക്ഷ എന്ന് പറയുന്നതിനെ പറ്റി സംസാരിക്കുന്നു. ഫോണറ്റിക്സിനെ പറ്റി, വാക്കുകളുടെ ഉച്ചാരണത്തെ പറ്റി സംസാരിക്കുന്നു. പക്ഷെ ഇതൊന്നും ആയിരുന്നില്ല നമ്മുടെ ചോദ്യം. മൊത്തം എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതായിരുന്നു. നമ്മൾ എത്ര എണ്ണം ഉണ്ട് എന്ന് മാത്രമല്ല അത് ഏതാണെന്നും കൂടെ പഠിച്ചു. സോ മൊത്തം എത്ര എണ്ണാണുള്ളത്, 6 വേദാംഗങ്ങളാണുള്ളത് എന്ന് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് വയ്ക്കുക. അടുത്തിലോട്ട് പോട്ടെ. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. അക്കോർഡിംഗ് ടു ദ വർണ്ണ സിസ്റ്റം ദാറ്റ് വാസ് പ്രിവാലന്റ് ഇൻ ദ വേദിക് പീരീഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് നോട്ട് എ വർണ്ണ. വേദകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ് ഇതെന്ന് പറയുന്നത് വർണ്ണ സിസ്റ്റം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ വർണ്ണ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കാസ്റ്റ് ആണ് അല്ലേ. കാസ്റ്റ് സിസ്റ്റം അന്നുണ്ടായിരുന്നു. ഇതിൽ താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ഒരു വർണ്ണമല്ലാത്തെന്ന് ചോദിച്ചേക്കുന്നത്. ആദ്യം നമുക്ക് ഏതൊക്കെയാണ് 4 വർണ്ണം എന്നറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നിങ്ങനെ 4 പേരാണ് ഉണ്ടായിരുന്നത് അല്ലേ. ബ്രാഹ്മണൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പ്രീസ്റ്റ് ക്ലാസ് ആണ് അല്ലേ. രാജാവും അതുപോലെ തന്നെ അമ്പലം അതുപോലുള്ള കാര്യങ്ങളെല്ലാം, പൂജകളും കാര്യങ്ങളെല്ലാം ചെയ്തവനാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ക്ഷത്രിയനാണ്. ക്ഷത്രിയൻ എന്ന് വെച്ചാൽ വാര്യറാണ്, പോരാളിയാണ് അല്ലേ. നമ്മൾ മലയാളികൾക്കെല്ലാം അറിയുന്ന കാര്യമാണ്, മറക്കാനും പൊറുക്കാനും അല്ലേ. മന്നാടിയാർ വൈശ്യനോ ശൂദ്രനോ അല്ല, ബ്രാഹ്മണനോ വൈശ്യനോ ശൂദ്രനോ അല്ല. മന്നാടിയാർ ആരായിരുന്നു, മന്നാടിയാർ ക്ഷത്രിയനായിരുന്നു. അതിനർത്ഥം എന്താ, മന്നാടിയാർ വാര്യറാണ് അല്ലേ. ചോര ചിന്തിയാലേ മന്നാടിയാർക്ക് എന്ത് ചെയ്യുള്ളൂ, ശാന്തിയാവുള്ളൂ. അപ്പൊ ഈ പറഞ്ഞതുപോലെ ക്ഷത്രിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വാര്യർ ക്ലാസ് ആണ്. രാജാവൊക്കെ ആവുന്നത് ആരാണ്, ക്ഷത്രിയനാണ്. മൂന്നാമത്തേത് വൈശ്യാണ് അല്ലേ. വൈശ്യ എന്ന് പറയുമ്പോൾ എന്താണ്, കച്ചവടക്കാരാണ്, ബിസിനസ്സുകാരാണ്. കാശുള്ളത് ആരുടെ കയ്യിലാണ്, ഈ പറയുന്ന വൈശ്യന്മാരുടെ കയ്യിലാണ് എന്നും എന്തുണ്ടാവുക, കാശുണ്ടാവുക. അത് രാജഭരണമാണെങ്കിലും ഇന്നാണെങ്കിലും ഇതിന് മാറ്റമൊന്നുമില്ല. ബിസിനസ്സുകാരുടെ കയ്യിലാണ് എന്തുണ്ടാവാൻ പോകുന്നത്, കാശുണ്ടാവാൻ പോകുന്നത്. സോ വൈശ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ആണ്. ശൂദ്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മൂന്നിലും പെടാത്ത താഴേക്കിടയിലുള്ള ദൈനംദിന ജോലികളൊക്കെ ചെയ്ത് ജീവിച്ചിരുന്ന പാവപ്പെട്ട മനുഷ്യരാണ് ആരെന്ന് പറയുന്നത്, ശൂദ്രന്മാരെന്ന് പറയുന്നത്. ഇതിനും താഴെ എന്തുണ്ടായിരുന്നു, വേറൊരു ക്ലാസ് കൂടി ഉണ്ടായിരുന്നു, പരിയ എന്ന് പറഞ്ഞൊക്കെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിൽ ഈ ശൂദ്രന്മാരിലും പെടാത്ത, നീചർ എന്നൊക്കെ വിളിച്ചിരുന്ന രീതിയിലുള്ള ഏറ്റവും മോശമായിട്ടുള്ള ജോലി ചെയ്യുന്ന ആളുകളെയാണ് ഇതെന്ന് പറയുന്നത് പരിയ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുത്തിയിരുന്നത്. എന്തായാലും ഈ പറയുന്ന വേദകാലഘട്ടത്തിലെ വർണ്ണ സിസ്റ്റം പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഏതേ പറയാറുള്ളൂ, ഈ 4 പറയാറുള്ളൂ. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. അതിലേതില്ല, ഈ സമിതി എന്ന് പറയുന്ന 4ാമത്തെ ഓപ്ഷൻ ഇല്ല. അത് വേറെന്തോ ആണ്. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും എന്താണ്, ആ കാലഘട്ടത്തിലെ വർണ്ണങ്ങളാണ് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഓർത്തു വയ്ക്കുക. ല്ലേ, സംശയമൊന്നുമില്ലല്ലോ. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. ദ ആര്യൻസ് ലീവ്ഡ് ഇൻ ദ ലാൻഡ് നോൺ ആസ് സപ്ത സിന്ധു, ലാൻഡ് ഓഫ് ദ 7 റിവേഴ്സ്. ആര്യന്മാര് താമസിച്ചിരുന്ന സപ്ത സിന്ധു എന്ന് പറയുന്ന ഒരു 7 നദികളുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് നോട്ട് എ പാർട്ട് ഓഫ് ഇറ്റ്. അതിന്റെ ഭാഗമല്ലാത്ത നദി ഏതാണ് എന്നാണ് എന്തിരിക്കുന്നത്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. മക്കളെ നിങ്ങൾക്ക് എത്ര സ്റ്റാർ ഇട്ട് വെക്കാൻ പറ്റുമോ അത്രയും സ്റ്റാർ ഇട്ട് വെച്ചോളൂ. ഈ ഒരു ചോദ്യം അത്രയും വട്ടം എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ SSC പരീക്ഷകളിലും എല്ലാ RRB പരീക്ഷകളിലും എന്ത് ചെയ്യാറുണ്ട്, ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. പല രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഇതിലിപ്പോൾ ഒരു രീതിയാണ് ഇതെന്ന് പറയുന്നത്. അതായത് ആകെ തന്നിരിക്കുന്നത് ഈ പറയുന്ന പോലെ സപ്തസിന്ധുവിൽ പെടാത്ത ഏതാണ് എന്നീ 4 ഓപ്ഷൻ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓപ്ഷൻ നോക്കുമ്പോൾ രവി ഉണ്ട്, ക്ഷിപ്ര ഉണ്ട്, ജലമുണ്ട്, ഇൻഡസ് ഉണ്ട്. ഇതിൽ പെടാത്തത് ആരാണ്, ക്ഷിപ്ര എന്ന് പറയുന്ന നദിയാണ് എന്ത് ചെയ്യാത്തത്,
ഈ പറയുന്ന സപ്തസിന്ധുവിൽ വരാത്തത്. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് സംശയം തോന്നാം ഏതൊക്കെയാണ് ഈ സപ്തസിന്ധു എന്നുള്ളത് അല്ലേ? അറിയുന്നവർക്ക് അറിയുന്നുണ്ടാവും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സപ്തസിന്ധു എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 നദികളുടെ അന്ന് കാലത്ത് ഏർലി വേദിക് പീരീഡിൽ ഉണ്ടായിരുന്ന 7 നദികളുടെ കൂട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ സപ്തസിന്ധു എന്ന് പറയുന്നത്. ഈ നദികൾക്ക് അന്ന് വേദ കാലഘട്ടത്തിൽ ഒരു വേദിക് നെയിമും ഉണ്ട്. പക്ഷേ ഇന്ന് എന്ത് ചെയ്യുന്നില്ല, ഇന്ന് ആ പേരിലല്ല പലരും എന്ത് ചെയ്യുന്ന അറിയപ്പെടുന്നത്. അപ്പൊ അന്നത്തെ കാലത്തെ പേരിനെ നമ്മൾ വേദിക് നെയിം എന്നും ഇപ്പോഴത്തെ പേര് എന്ത് ചെയ്യുന്നു, ഇപ്പോഴത്തെ പേരായിട്ടും അറിയപ്പെടുന്നു. അപ്പൊ അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് സിന്ധു നദി. സിന്ധു നദി ഇപ്പൊ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഇൻഡസ് എന്നാണ്. സിന്ധു എന്ന് ഇന്നും ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ വിളിക്കുന്നുണ്ടെങ്കിലും ഇൻഡസ് എന്നും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ വിളിക്കുന്നുണ്ട് അല്ലെ? വേദങ്ങളിൽ എങ്ങനെയാണ് ഇതിനെ മെൻഷൻ ചെയ്തിരിക്കുന്നത്? സിന്ധു എന്നാണ്. അവിടെ ആ വ്യത്യാസം മാത്രം എവിഡന്റ് ഇല്ലെങ്കിലും താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ നാട്ടിലുള്ള നദിയാണ് ഇതെന്ന് പറയുന്നത് ജലം എന്ന് പറയുന്നത് അല്ലെ? ഈ ജലം നദിയെ പണ്ട് കാലത്ത് വേദങ്ങളിൽ വിളിച്ചിരുന്നത് എങ്ങനെയാണ്? വിദാസ്ത എന്നാണ് എന്ത് ചെയ്തിരുന്നത്, വിളിച്ചിരുന്നത്. ഇത് പല രീതിയിൽ കഴിഞ്ഞ വർഷത്തെ CGL-ലൊക്കെ മാച്ച് ദ ഫോളോയിങ് പോലെയൊക്കെയാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നദിയുടെ ഇപ്പോഴത്തെ പേരും അതിന്റെ വേദകാലത്തിലെ പേരും എന്ന് പറയുന്നത് എന്താണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഞാനിത് എപ്പോഴും കണക്ട് ചെയ്യാനായിട്ട് ചില തക്കിട തിരക്കട വിധികൾ പറഞ്ഞു തരാണ്ട്. നിങ്ങൾക്കറിയാം ജലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിട്ട് കാണാം? ജലം നമ്മുടെ വെള്ളം കെമിസ്ട്രി പഠിക്കുമ്പോൾ പഠിച്ചിട്ടില്ലേ? ജലം എങ്ങനെയാ കിടക്കുക? വിതറി കിടക്കുന്ന ഒരു സാധനമാണ് അല്ലെ? ജലം നദിയിൽ എങ്ങനെയാ വിതറി അങ്ങ് വിശാലമായിട്ട് കിടക്കുക ചെയ്യുന്നത്. അപ്പൊ ജലം വിദാസ്ത, വിതറിക്കിടക്കുന്ന വിദാസ്ത എന്ന് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും. അപ്പൊ ജലമാണ് ഇതെന്ന് പറയുന്നത് വിദാസ്ത എന്ന് പറയുന്നത്. അടുത്ത നമ്മുടെ ബിയാസ് നദിയാണ്. ബിയാസ് നദി വേദകാലത്തിൽ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? വിബാസ് എന്നാണ്. വിബാസ്, ബിയാസ്, അത് റൈം ചെയ്യുന്നു എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അടുത്തത് അസിഗനി, ചെനാബാണ്. ചെനാബ് എന്നാണ് ഇപ്പോഴത്തെ പേര്. അന്ന് എങ്ങനെ അറിയപ്പെട്ടിരുന്നത്? അസിഗനി എന്നാണ് എന്ത് ചെയ്യുന്നത്, അന്ന് അറിയപ്പെട്ടിരുന്നത്. അത് ഓർക്കാൻ ഞാനൊരു കട്ടച്ചളിയാണ് പറയാറുള്ളത്. ഈ അസിഗനിയെ നിങ്ങൾ എങ്ങനെ ഓർത്താൽ മതി? അശ്ശേന്ന് ഓർത്താൽ മതി. എങ്ങനെ ഓർക്കണം? അശ്ശേന്ന് ഓർത്താൽ മതി. ഇവിടെ എന്താണ്? ഛേ അല്ലേ? അശ്ശേ ഛേ അല്ലേ? അശ്ശേ ഛേ അല്ലേ? നമ്മൾ രണ്ടും ഒരേ അർത്ഥത്തിൽ യൂസ് ചെയ്യുന്ന രണ്ട് മലയാളം പദങ്ങളല്ല. അപ്പൊ അശ്ശേ ഛേ എന്നുള്ളത് ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അസിഗനി, ചെനാബ് എന്നുള്ളതും കിട്ടും. രവി പുരുഷനിയാണ്. ആ പേരിൽ തന്നെ പറയുന്നുണ്ട് രവി നല്ല പുരുഷത്തുള്ള ഒരു മനുഷ്യനായിരുന്നു. എന്ത് ചെയ്താൽ മതി, അല്ലെങ്കിൽ നല്ലൊരു പുരുഷനായിരുന്നു ആര്? രവി എന്ന് ഓർത്ത് വെച്ചാൽ മതി. രവി പുരുഷനിയാണ്. സത്വദ്രി, സത്ലജ് ആ പേരിൽ തന്നെയുണ്ട്. സരസ്വതി അന്ന് ഒഴുകിയിരുന്നു, ഇന്ന് ഭൂഗർഭത്തിലൂടെ ഒഴുകുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇന്ന് അതിന് പേരില്ല. അന്നും ഇന്നും എല്ലാം നമ്മൾ എന്ത് തന്നെയാണ് വിളിക്കുന്നത്? അതിനെ സരസ്വതി എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അപ്പൊ മക്കളെ ഈ ഒരു 7 എണ്ണത്തിന്റെ ബേസ് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും ചോദ്യം വരാം. വളരെ ഡയറക്റ്റ് ആയിട്ട് അസിഗനി എന്നത് ഏത് നദിയുടെ വേദകാല നാമമാണ്, അല്ലെങ്കിൽ പുരുഷനി എന്ന് വേദകാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്ന നദി ഏതാണ് എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. സോ അതിലൊന്നും എന്ത് ചെയ്യരുത്, നിങ്ങൾ വീഴരുത്. ഈ രവി പുരുഷനി ഇങ്ങോട്ട് തിരിഞ്ഞാൽ വരേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പോഴത്തെ പേരാണ് എന്തെന്ന് പറയുന്നത്? രവി എന്ന് പറയുന്നത്. പുരുഷനി എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? വേദിക് നെയിം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഒന്ന് പെട്ടെന്ന് ഒന്നുകൂടെ പറഞ്ഞുതരാം. സിന്ധു നദിയുടെ പേര് ഇൻഡസ് എന്നാണ്. വിദാസ്ത വിതറിക്കിടക്കുന്ന ജലമാണെന്ന് ഓർത്തിരിക്കുക. വിബാസ്, ബിയാസ് അല്ലെ, എസ് ഓർത്ത് വയ്ക്കുക. അശ്യേചെ ഓർത്ത് കഴിഞ്ഞാൽ അസിഗനിയും ചെനാബും കിട്ടും. രവിക്ക് നല്ല പുരുഷത്തായിരുന്നു, അല്ലെങ്കിൽ രവി നല്ലൊരു ഒത്ത പുരുഷനായിരുന്നു എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ രവിയും പുരുഷനെയും കിട്ടും. സത്വദ്രിയും സത്ലജും എന്ത് ചെയ്യും, നിങ്ങൾക്ക് അതുപോലെ തന്നെ ഓർത്ത് വെക്കാനായിട്ട് കഴിയും. തെറ്റല്ലേ? അടുത്തിലോട്ട് പോട്ടെ. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. എ ലാർജ് നമ്പർ ഓഫ് വേർഡ്സ് ആർ ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് ഗോ മീനിങ് കൗ. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഗോ പരിപാലനം അല്ലെ, അല്ലെങ്കിൽ ഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാവ് ഇല്ല എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പശുവാണ് അല്ലെ, ഗാവല്ല ഗായ്. അപ്പൊ ഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പശുവാണ്. എ വെൽത്തി പേഴ്സൺ വാസ് നോൺ ആസ് ഡാഷ് ഇൻ വേദിക് ടൈംസ്. നല്ല കാശുള്ള ഒരാൾ, വേദകാലഘട്ടത്തിൽ നല്ല കാശുള്ള ഒരാൾ ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നുള്ളതാണ്. ബേസിക്കലി അവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ വേദകാലഘട്ടത്തിൽ ഈ കാശ് എന്ന് പറയുന്ന അളന്നിരുന്നത് അയാളുടെ കയ്യിലുള്ള പശുക്കളുടെ എണ്ണത്തെ ബേസ് ചെയ്തിരുന്നു. ഒരാളുടെ കയ്യിൽ എത്ര പശു ഉണ്ട് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു അയാൾ എന്ത് ചെയ്തിരുന്നത്, അയാൾ എത്രമാത്രം കാശുള്ള ആളാണെന്ന് എന്ത് ചെയ്തിരുന്നത്, മനസ്സിലാക്കിയിരുന്നത്. അപ്പൊ ആ കാലഘട്ടത്തിൽ കാശുള്ള ഒരാളെ വിളിച്ചിരുന്നത് ഗോമത് എന്നാണ്. ഗോമത് എന്നാണ് എന്ത് ചെയ്തിരുന്നത്, അന്നത്തെ കാലത്ത് കാശുള്ള ഒരാളെ വിളിച്ചിരുന്നത്. ഇതേ കാലഘട്ടത്തിൽ അന്നത്തെ രാജാവിനെ വിളിച്ചിരുന്നത് ഗോപ അല്ലെങ്കിൽ ഗോപതി എന്നൊക്കെയാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, അന്നത്തെ കാലത്ത് രാജാവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഈ വേദകാലഘട്ടത്തിലെ രാജാവിനെ അറിയപ്പെട്ടിരുന്ന പേരാണ് ഞാൻ പറയുന്നത്. ഗോപ അല്ലെങ്കിൽ ഗോപതി എന്നാണ് എന്ത് ചെയ്യുന്നത്, രാജാവ് അറിയപ്പെടുന്നത്. ഗോമത്ത് എന്നാണ് എങ്ങനെ അറിയപ്പെടുന്നത്, വളരെ റിച്ച് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ആ കാലഘട്ടത്തിൽ അറിയപ്പെടുന്നത്. ഇനി ഒരു കാര്യം കൂടി ഓർക്കണം, ഇന്നത്തെ കാലത്ത് ഇവർ യുദ്ധങ്ങൾ നടത്തിയിരുന്നത്, ഈ പറയുന്നത് പോലെ ആളുകൾ യുദ്ധം നടത്തിയിരുന്നത് അവരുടെ മേച്ചിൽപ്പുറങ്ങൾക്കും അതുപോലെ പശുക്കൾക്കും വേണ്ടിയായിരുന്നു. കാരണം അതാണ് അവരുടെ എല്ലാ സമ്പാദ്യം. അവരുടെ സമ്പാദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പശുവും ഈ മേച്ചിൽപ്പുറങ്ങളാണ്. സോ അങ്ങനെ നടന്ന വേദകാലത്തിലെ പശുക്കൾക്ക് വേണ്ടിയും ഈ പശുവിന്റെ മേച്ചിൽപ്പുറങ്ങൾക്ക് വേണ്ടി നടന്ന യുദ്ധത്തെ എങ്ങനെ വിളിക്കുന്നു, ഗവിഷ്ടി എന്നാണ് വിളിക്കുന്നത്. SCRT ടെക്സ്റ്റ് ബുക്കിൽ ഒരു കട്ടാണ്, ഒരു സ്ക്രീൻഷോട്ടാണ്. ബട്ട് NCRTയും എന്ത് ചെയ്യാൻ സാധ്യതയുള്ളതാണ്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അല്ലെങ്കിൽ SSTRRB പരീക്ഷകൾക്കും എന്ത് ചെയ്യാൻ സാധ്യതയുള്ളതാണ്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ അക്കാലഘട്ടത്തിൽ നടന്ന പശുക്കൾക്കും മേച്ചിൽപ്പുറങ്ങൾക്കും നടന്നിട്ടുള്ള യുദ്ധത്തെ എങ്ങനെയാണ് വിളിച്ചിരുന്നത്, ഗവിഷ്ടി എന്നാണ് വിളിച്ചിരുന്നതും കൂടെ എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. അപ്പൊ വേദകാലഘട്ടത്തിൽ അവരുടെ കാശ് സമ്പാദ്യം എല്ലാം എന്തായിരുന്നു, പശുക്കളായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല കാശുള്ള ഒരാളെ ഗോമത്ത് എന്ന് വിളിച്ചു, രാജാവിനെ ഗോപ എന്നോ ഗോപതി എന്നോ വിളിച്ചു. അന്നത്തെ കാലത്തെ മേച്ചിൽപ്പുറങ്ങൾക്കും പശുക്കൾക്കും വേണ്ടി നടന്ന യുദ്ധത്തെ നമ്മൾ എങ്ങനെയെന്ന് വിളിച്ചു, ഗവിഷ്ടി എന്ന് വിളിച്ചു എന്ന് എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. വിത്ത് റെഫറൻസ് ടു അജീവികാസ്
കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. അജീവികാസിനെ കണക്കാക്കിക്കൊണ്ട് താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളിൽ പലർക്കും അജീവികാസ് എന്താണെന്ന് അറിയുന്നുണ്ടാവും. അറിയില്ലെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് ബുദ്ധമതവും ജൈനമതവും പോലെ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു മതം എന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഒരു അല്ലെങ്കിൽ ബുദ്ധമതവും ജൈനമതവും ഒക്കെ പോലെ തന്നെ അതും ഒരു മതമൊന്നും ആയിരുന്നില്ലല്ലോ, പിന്നീട് മതമായി മാറുന്നതാണല്ലോ. അത്തരത്തിലുണ്ടായിരുന്ന ഒരു കോൺസെപ്റ്റ് തന്നെയായിരുന്നു എന്ന് പറയുന്നത് അജീവികാസ് എന്ന് പറയുന്നത്. പക്ഷെ ഒരിക്കലും എന്ത് ചെയ്തില്ല, ബുദ്ധമതത്തിന്റെയോ ജൈനമതത്തിന്റെയോ അത്ര റീച്ചോ അല്ലെങ്കിൽ അത്രയധികം ആളുകളിലേക്ക് പടർന്നു പിടിക്കാൻ എന്ത് ചെയ്തില്ല, അജീവിക സെക്ടിന് കഴിഞ്ഞില്ല. പല രാജാക്കന്മാരും എന്തായിരുന്നു, അജീവിക സെക്ട് ഫോളോ ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ആയിരുന്നു. ഇനി സ്റ്റേറ്റ്മെന്റിലോട്ട് പോയോ. മക്കാലി ഗോസല വാസ് ദ പ്രോമിനന്റ് ടീച്ചർ ഓഫ് ദി സെക്ട്. ഈ അജീവിക സെക്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടീച്ചർ എന്ന് പറയുന്നത് മക്കാലി ഗോസല എന്നാണ് പറയുന്നത്. വളരെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ മക്കാലി ഗോസല തന്നെയാണ് എന്തായിട്ടും അറിയപ്പെടുന്നത് ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് അജീവിക സെക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടുന്ന പേര് എന്ത് തന്നെയാണ്, ഈ പറയുന്ന മക്കാലി ഗോസലയുടെ തന്നെയാണ്. രണ്ടാമത്തേതാണ് അജീവികാസ് ബിലീവ്ഡ് ഇൻ ഫാറ്റലിസം. അജീവികാസ് എന്ത് ചെയ്തിരുന്നു, ഫാറ്റലിസം, വിധി, ഡെസ്റ്റിനി, ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ. നമ്മൾ പറയാറില്ല എല്ലാം ഓൾറെഡി പ്രീ ഡിസ്റ്റൈൻഡ് ആണെന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതുപോലെ അത്തരത്തിലൊരു കോൺസെപ്റ്റിൽ എന്ത് ചെയ്തിരുന്നു, അജീവികാസ് വിശ്വസിച്ചിരുന്നു. അതും എന്ത് തന്നെയാണ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അപ്പൊ ആദ്യത്തെയും ശരിയാണ്, രണ്ടാമത്തെയും എന്താണ്, ശരിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ്, ബോത്ത് എ ആൻഡ് ബി ആണ്. ഈ ഒരു ടൈപ്പ് അധികം ചോദ്യം കണ്ടിട്ടില്ല. ആകെ ഈ ഒരു ചോദ്യമാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് കഴിഞ്ഞ വട്ടത്തെ CGL ഈ പറയുന്ന പോലെ ആൻസർ ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. ബട്ട് ഇനിയും ഇതുപോലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഒരു UPSC ലൈനിലുള്ള, ഐ മീൻ അത്ര ഡെപ്തിൽ പോയിട്ടുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അതുപോലുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ പഠിക്കുമ്പോൾ കൃത്യമായും വ്യക്തമായും വൃത്തിയായും മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ഫാക്ടുകളും പഠിക്കുക. ഒപ്പിക്കാൻ പഠിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യില്ല, പലപ്പോഴും നമുക്ക് അത് വെച്ചുകൊണ്ട് ആൻസർ കിട്ടണമെന്നില്ല. അപ്പൊ ഹിസ്റ്ററിയിൽ എപ്പോഴും ഞാൻ പറയാറുള്ളതാണ്, പഠിക്കും തോറും മറക്കുന്ന ഒരു വിഷയമാണ് ഹിസ്റ്ററി. വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് ഫാക്ടുകളും കാര്യങ്ങളും കോൺസെപ്റ്റും എന്ത് ചെയ്യുക, മനസ്സിൽ ഉറപ്പിക്കുക. സെറ്റല്ലേ? എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കിനി സംസാരിക്കാനുള്ളത് മൗര്യന്മാരെ പറ്റിയാണ്. മൗര്യന്മാരെ പറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പിടി ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ വട്ടം CGLന് ആൻസർ ഇന്ത്യയിൽ ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം, ഹു എമംഗ് ദ ഫോളോയിങ് യൂഷ്വലി ഹെഡഡ് ദ പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ അണ്ടർ ദ മൗര്യ. മൗര്യന്മാരുടെ കീഴിൽ പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ഹാൻഡിൽ ചെയ്തിരുന്ന ആളുകൾ ആരാണ് എന്നാണ് എന്തിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. കാലങ്ങളായിട്ട് നമ്മുടെ ഇന്ത്യ ഭരിച്ച എല്ലാവരും, അതിപ്പോൾ ഡൽഹി സുൽത്താനായിട്ട് ആയാലും മുഗളന്മാരായാലും അതിനു മുമ്പുള്ള മൗര്യന്മാരായാലും ഗുപ്തന്മാരായാലും എല്ലാവരും ചെയ്യുന്ന, ഈവൻ ഇപ്പോഴും ഒരു പരിധി വരെ നടക്കുന്ന ഒരു പരിപാടിയാണ്, അച്ഛൻ പ്രധാന പോസ്റ്റിൽ ഇരിക്കുന്നുണ്ട് എങ്കിൽ മകനെ അല്ലെങ്കിൽ മക്കളെ പിടിച്ച് എന്ത് ചെയ്യും, കുഞ്ഞു കുഞ്ഞു ചെറിയ പോസ്റ്റുകൾ എന്ത് ചെയ്യും, ഇട്ടുവെക്കും. അല്ലെ, നമുക്ക് അറിയുന്ന കാര്യമാണ്. അതേ പരിപാടി തന്നെ ആരുടെ കാലത്തും ഉണ്ടായിരുന്നു, മൗര്യന്മാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മൗര്യന്മാരുടെ പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ, ചെറിയ ചെറിയ പ്രൊവിൻസസ് ആയി തിരിച്ചിട്ടുള്ള അതിന്റെ അഡ്മിനിസ്ട്രേഷൻ ആരാണ് ഹാൻഡിൽ ചെയ്തിരുന്നത്, കുമാരന്മാരാണ് എന്ത് ചെയ്തിരുന്നത്, ഹാൻഡിൽ ചെയ്തിരുന്നത്. അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആളുകളാണ് എങ്ങനെ അറിയപ്പെട്ടിരുന്നത്, കുമാരാസ് എന്നറിയപ്പെട്ടിരുന്നത്. മക്കൾ ഇത് പ്രധാനമായും ഈ കുമാര എന്ന് പറയുന്ന പോസ്റ്റ് സ്പെസിഫിക്കലി പറയുന്നത് പോലെ രാജകുമാരന്മാർക്ക് മാത്രമുള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല, ബാക്കിയുള്ള ആളുകൾ അതിനകത്ത് വരാറുണ്ട്. പക്ഷെ നമുക്കറിയാലോ, ഒരു നാട്ടുനടപ്പ് അനുസരിച്ച് അത്തരത്തിലൊരു പരിപാടി വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിലെ ഭൂരിഭാഗം പോസ്റ്റുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭൂരിഭാഗം ആളുകളും ആര് തന്നെയായിരിക്കും, ഈ പറയുന്ന രാജകുമാരന്മാർ തന്നെയായിരിക്കും, അല്ലെങ്കിൽ രാജാവിന്റെ മക്കൾ തന്നെയായിരിക്കും. അപ്പൊ കുമാര എന്ന് പറയുന്ന പോസ്റ്റിലുള്ള ആളുകളാണ് എന്ത് ചെയ്തിരുന്നത്, ഈ പറയുന്ന മൗര്യന്മാരുടെ അണ്ടറിൽ പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്തിരുന്നത്, ഹാൻഡിൽ ചെയ്തിരുന്നത്. ബാക്കി കൂടെ നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. സാമഹർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്തെ റവന്യൂ കളക്ടറെയാണ്, അല്ലെങ്കിൽ കളക്ടർ ഓഫ് റവന്യൂ ആണ് എന്ത് ചെയ്തിരുന്നത്, അന്നത്തെ കാലത്ത് സാമഹർത്ത എന്ന പോസ്റ്റിൽ അറിയപ്പെട്ടിരുന്നത്. മൗര്യന്മാരുടെ കാലഘട്ടത്തിലെ റവന്യൂ കളക്ട് ചെയ്യുന്ന ആളാണ് സാമഹർത്ത എന്നറിയപ്പെട്ടിരുന്നത്. ദണ്ഡപാല എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് ചീഫാണ്, ഹെഡ് ഓഫ് പോലീസ്, പോലീസിന്റെ ഹെഡാണ് എങ്ങനെ അറിയപ്പെട്ടിരുന്നത്, ഈ പറയുന്ന പോലെ ദണ്ഡപാല എന്നറിയപ്പെട്ടിരുന്നത്. പ്രശസ്തി ഇതുമായി ബന്ധമുള്ളതല്ല, അത് കല്ലിൽ കൊത്തിവെക്കുന്ന പരിപാടിയാണ് പ്രശസ്തി എന്ന് പറയുന്നത്. രാജാവിന്റെ അച്ചീവ്മെന്റ്സ്, ഞങ്ങളുടെ രാജാവ് സൂപ്പറാണേ, ഞങ്ങളുടെ രാജാവ് അടിപൊളിയായിട്ട് പാടുവേ, അല്ലെ ഞങ്ങളുടെ രാജാവ് അടിപൊളിയായിട്ട് മറ്റേ യുദ്ധം ചെയ്തിട്ടുണ്ടേ, അതിൽ ജയിച്ചിട്ടുണ്ടേ, ഇത്ര പേരെ കൊന്നിട്ടുണ്ടേ എന്നൊക്കെ പറഞ്ഞ് കൊത്തിവെക്കുന്ന പരിപാടിയാണ് ഇതെന്ന് പറയുന്നത്, പ്രശസ്തി എന്ന് പറയുന്നത്. പക്ഷേ ഈ മൂന്നും എന്ത് തന്നെയാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോസ്റ്റുകളാണ്. സാമഹർത്ത എന്ന് വെച്ചാൽ കളക്ടർ ഓഫ് റവന്യൂ, കുമാര എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ, ദണ്ഡപാല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഹെഡ് ഓഫ് പോലീസ് ആണ്. ഇനി ഇവിടെ ഞാൻ ബാക്കി കുറച്ചെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇത് 7 ലിംബ് അല്ലെങ്കിൽ സപ്താംഗ രാജ്യം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ മൗര്യന്മാരുടെ കാലഘട്ടത്തിൽ ആ ഒരു അവരുടെ ഭരണവും കാര്യങ്ങളും എല്ലാം തീരുമാനിച്ചിരുന്നത്, അല്ലെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട റോൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആരെന്ന് പറയുന്നത്, ചാണക്യൻ അല്ലെങ്കിൽ കൗടില്യൻ എന്ന് പറയുന്നത്. അല്ലേ, അദ്ദേഹം പ്രപ്പോസ് ചെയ്യുന്ന ഒരു ഭരണരീതി ആയിരുന്നു ഏതെന്ന് പറയുന്നത്, സപ്താംഗ രാജ്യം എന്ന് പറയുന്നത്. സപ്ത അംഗങ്ങളുള്ള ഒരു രാജ്യം. സപ്ത എന്ന് വെച്ചാൽ എന്താണ്, 7 അംഗം എന്ന് വെച്ചാൽ അറിയാലോ, മെമ്പേഴ്സ് ആണ്. അപ്പൊ 7 ലിംബുകൾ അല്ലെങ്കിൽ 7 ഭാഗങ്ങളുള്ള ഒരു ആയിരിക്കണം എന്തെന്ന് പറയുന്നത്, ഒരു രാജ്യം എന്നാണ് മൂപ്പര് പറയുന്നത്. അതിൽ ആദ്യത്തെ എലമെന്റ് ആണ് സ്വാമി എന്ന് പറയുന്നത്. സ്വാമി എന്ന് വെച്ചാൽ എന്താണ്, രാജാവാണ്, രാജാവിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്വാമി എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് അമാത്യാസ് എന്ന് പറയുന്നത്. അമാത്യാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രിമാരാണ്, അല്ലെങ്കിൽ ഒഫീഷ്യൽസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പറയാൻ പറ്റും. മൂന്നാമത്തേതാണ് കോശ. കോശ എന്ന് വെച്ചാൽ കാശ് എന്ന് ഓർത്താൽ മതി. കോശ, കാശ്, ട്രഷറി അല്ലെങ്കിൽ എന്താണ്, ടാക്സിനെയാണ് നമ്മൾ കോശ എന്ന് പറയുന്നത്. 4 ദണ്ഡനം എന്ന് വെച്ചാൽ ശിക്ഷയാണ്. അത് ദണ്ഡപാല, അല്ലെ, ശിക്ഷിക്കുന്ന അല്ലെങ്കിൽ ഹെഡ് ഓഫ് പോലീസ് എന്നുള്ള അർത്ഥത്തിലാണ്.
അപ്പോൾ ദണ്ഡ എന്ന് വെച്ചാൽ എന്താണ്? നീതിന്യായ വകുപ്പാണ്, ജുഡീഷ്യറി ആണ്. ദുർഗ എന്ന് വെച്ചാൽ അറിയാം, ഫോർട്ട് അല്ലെങ്കിൽ ആർമി, പ്രതിരോധം അല്ലെങ്കിൽ അതിൻ്റെ എന്താണ്, പട എന്നുള്ള രീതിയിലാണ്. 6 മിത്ര, എന്തുണ്ടാവണം? നമുക്ക് രാജ്യങ്ങൾ, അലൈസ് ഉണ്ടാവണം അല്ലേ, നമുക്ക് സഹോദര രാജ്യങ്ങൾ ഉണ്ടാവണം, നമുക്കൊരു ആവശ്യം വന്നാൽ ഓടി വരാൻ പറ്റുന്ന രാജ്യങ്ങൾ ഉണ്ടാവണം. 7 ജനപദ, ടെറിട്ടറി, എല്ലാത്തിലും ഒരു ഭരിക്കാൻ എന്തുണ്ടാവണം? മണ്ണുണ്ടാവണം. ഇങ്ങനെ 7 എണ്ണം കൂടിച്ചേരുന്ന ഒരു 7 എണ്ണം കൂടിച്ചേരുമ്പോൾ മാത്രമാണ് ഒരു രാജ്യം ഉണ്ടാവുന്നത്. ഇത്തരത്തിൽ 7 അംഗങ്ങൾ കൂടുമ്പോഴാണ് ഒരു രാജ്യം ഉണ്ടാവുന്നത് എന്നുള്ള രീതിയിൽ നമ്മുടെ ചാണക്യൻ മുന്നോട്ട് വെച്ച കോൺസെപ്റ്റ് ആണ് ഇതെന്ന് പറയുന്നത് സപ്താംഗ രാജ്യം എന്ന് പറയുന്നത്. പലപ്പോഴും ഇങ്ങനെ ചോദിക്കാറുണ്ട്, സപ്താംഗ രാജ്യം എന്ന് പറയുന്നത് ഏത് ഡൈനാസ്റ്റിയുടെ ഭരണരീതിയായിരുന്നു? മൗര്യന്മാരുടെ ആയിരുന്നു? മറ്റു പലപ്പോഴും ചോദിക്കാറുണ്ട്, ആരാണ് സപ്താംഗ രാജ്യം എന്ന് പറയുന്ന കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചത്? ചാണക്യനാണ് എന്ത് ചെയ്യുന്നത്? സപ്താംഗ രാജ്യം എന്ന് പറയുന്ന കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചത്. ഇനി ഇങ്ങനെ ചോദിക്കാറുണ്ട്, സപ്താംഗ രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ആയിരുന്നു ദണ്ഡ എന്ന് പറയുന്നത്. എന്താണ് ആ വാക്കിനർത്ഥം? അല്ലെങ്കിൽ സപ്താംഗ രാജ്യത്തിലെ ദണ്ഡ എന്ന് പറയുന്ന വാക്കുകൊണ്ട് എന്താണ് മൗര്യന്മാരുടെ കാലഘട്ടത്തിൽ ഉദ്ദേശിച്ചിരുന്നത്? അങ്ങനെ എല്ലാം എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. NCERTയിൽ തന്നെ സ്ക്രീൻഷോട്ടാണ്, സുഹൃത്ത് വയ്ക്കുക. സ്വാമി എന്ന് വെച്ചാൽ രാജാവ്, അമാത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിസ്റ്റർ അല്ലെങ്കിൽ ഒഫീഷ്യൽസ്, കോശ എന്ന് വെച്ചാൽ കാശ്, ട്രഷറി അല്ലെങ്കിൽ ടാക്സ്, ദണ്ഡ ജുഡീഷ്യറി നീതിന്യായ വകുപ്പ്, ദുർഗ ഫോർട്ട് അല്ലെങ്കിൽ ആർമി, മിത്ര അലയാണ്, ജനപദം എന്താണ്? ടെറിട്ടറിയാണ്. മഹാജനപദാസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ജനപദങ്ങൾ എന്താണ്? ടെറിട്ടറി ആണെന്ന് എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. കൂടെ ഞാൻ പറഞ്ഞത് സാമഹർത്ത എന്ന് വെച്ചാൽ റവന്യൂ കളക്ടർ, ദണ്ഡപാല എന്ന് വെച്ചാൽ ഹെഡ് ഓഫ് പോലീസ് ആണെന്നും കൂടി എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. കേട്ടില്ലേ? ഇതാ പിടിച്ചു അടുത്ത ചോദ്യം. Who among the following sent Megasthenes to the court of ചന്ദ്രഗുപ്ത മൗര്യ? ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാരത്തിലേക്ക് ദൂതും കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന പോലെ മെഗസ്തനീസ് എന്ന് പറയുന്നത്. ഈ മെഗസ്തനീസിനെ ആരാണ് ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാരത്തിലേക്ക് അയച്ചത് എന്നാണ് ചോദിക്കുന്നത്. ഈ ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാരത്തിലേക്ക് മെഗസ്തനീസിനെ അയക്കുന്നത് സെലൂക്കസ് നിക്കേത്ര ആണ്. സെലൂക്കസ് നിക്കേത്ര എന്ന് പറയുന്ന ഭരണാധികാരിയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന പോലെ മെഗസ്തനീസിനെ അയക്കുന്നത്. മക്കളെ, ഇത് ഏറ്റവും കൂടുതൽ വട്ടം ചോദിക്കാറുള്ളത് ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാരം വിസിറ്റ് ചെയ്ത സഞ്ചാരി ആരാണ്? ഗ്രീക്ക് സഞ്ചാരി ആരാണെന്ന് എന്ത് ചെയ്യാറുണ്ട്? പലപ്പോഴും ചോദിക്കാറുണ്ട്. ഞാൻ ഓർക്കാൻ പറയാറുണ്ട്, എം എന്ന് കണക്ട് ചെയ്ത് വെക്കാനാണ് ഞാൻ പറയാറുള്ളത്. ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാരം വിസിറ്റ് ചെയ്ത ആരാണ്? മെഗസ്തനീസ് ആണ്. തിരിച്ചു ചോദിക്കാറുണ്ട്, മെഗസ്തനീസ് ഇന്ത്യ വിസിറ്റ് ചെയ്തത് ആരുടെ രാജകൊട്ടാരാണെന്ന് ചോദിക്കാറുണ്ട്. മെഗസ്തനീസ് വിസിറ്റ് ചെയ്യുന്നത് ആരുടെയാണ്? ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാരമാണെന്നും എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. 305 BC എന്ത് ചെയ്യുന്നത്? ഈ പറയുന്നത് പോലെ ചന്ദ്രഗുപ്ത മൗര്യൻ ഈ പറയുന്ന പോലെ സെലൂക്കസ് നിക്കേറ്ററിനെതിരെ മാർച്ച് ചെയ്യുന്നുണ്ട്. ദെൻ അതിൽ ചന്ദ്രഗുപ്ത മൗര്യൻ അവരെ തോൽപ്പിക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ ഈ സെലൂക്കസ് നിക്കേറ്ററിന്റെ മോളെ ചന്ദ്രഗുപ്ത മൗര്യന് കെട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അന്നത്തെ കാലത്ത് ഒരു പരിപാടി അങ്ങനെയാണല്ലോ. അതായത് ഒന്ന് ഈ പറയുന്ന പോലെ വൈവാഹിക ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഡിപ്ലോമസിയാണ് അല്ലെ. രാജാവിന് ചക്രവർത്തി കല്യാണം കഴിച്ചു കൊടുത്തു, ഇപ്പൊ അമ്മായി അച്ഛനായി ഇല്ലെങ്കിൽ മച്ചാനായി, പിന്നെ ഇനി പോയി യുദ്ധം ചെയ്യാൻ പറ്റൂലല്ലോ. സോ അത്തരത്തിലൊരു യുദ്ധം പരിപാടിയൊക്കെ എന്തിൽ നടക്കുന്നുണ്ട്? 305 BC നടക്കുന്നുണ്ട്. പോട്ടെ, ഞാൻ അങ്ങോട്ട് പോയ ഒരുപാട് പറയാനുണ്ട്. തൽക്കാലം നിങ്ങൾ ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാരം വിസിറ്റ് ചെയ്ത സഞ്ചാരിയാണ് മെഗസ്തനീസ്. ഒറ്റ പോയിന്റോട് ഓർത്ത് വെച്ചോളൂ. ഈ മെഗസ്തനീസിന്റെ ഇന്ത്യയിലെ പല കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പുസ്തകമാണ് ഇൻഡിക്ക എന്ന് പറയുന്നത്. വളരെ ഡയറക്റ്റ് ആയിട്ട് ഇൻഡിക്ക എന്ന ബുക്കിന്റെ ഓതർ ആരാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇൻഡിക്ക എഴുതിയത് ആരാണ്? മെഗസ്തനീസ് ആണ്. അപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാരത്തിലേക്ക് മെഗസ്തനീസിനെ അയച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? സെലൂക്കസ് നിക്കേറ്റർ എന്ന് പറയുന്നത്. അംബാസഡർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അന്നത്തെ കാലത്ത് മെഗസ്തനീസിനെ അയക്കുന്നത്. അടുത്തത് ഡെയ്മാക്കസ്. ഞാൻ അങ്ങനെയാണ് വായിക്കുന്നത്, അങ്ങനെ തന്നെയാണോ അതിന്റെ പ്രൊണൗൺസിയേഷൻ എനിക്കറിയില്ല. ഹു വാസ് എ ഗ്രീക്ക് അംബാസഡർ കെയിം ടു ഇന്ത്യ ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് ദ മൗര്യൻ കിങ് ഡാഷ്. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. പുതിയൊരു ചോദ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ അധികം എവിടെയും ചോദിച്ച് കണ്ടിട്ടില്ല. സോ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഡെയ്മാക്കസ് അല്ലെങ്കിൽ ഡെയ്മാച്ചസ് എന്ന് പറയുന്ന വ്യക്തി, മക്കളെ പ്രൊണൗൺസിയേഷൻ നോക്കണ്ട, സ്പെല്ലിംഗ് കറക്റ്റ് ആണ്. ഹു വാസ് എ ഗ്രീക്ക് അംബാസഡർ കെയിം ടു ഇന്ത്യ ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് മൗര്യൻ കിങ്. ഏത് മൗര്യൻ രാജാവിന്റെ കാലഘട്ടത്തിലാണ് ഗ്രീക്ക് അംബാസഡർ ആയിരുന്ന ഡെയ്മാക്കസ് ഇന്ത്യ വിസിറ്റ് ചെയ്ത് എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത്. ബിന്ദുസാറിന്റെ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്? ബിന്ദുസാറിന്റെ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഡൈമാക്കസിനെ എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിലേക്ക് അയക്കുന്നത്. ഇദ്ദേഹത്തെ അയക്കുന്നത് ആന്റിയോക്കസ് I എന്ന് പറയുന്ന ഒരു രാജാവാണ്. ഇതൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ, ഞാൻ പിന്നെ എങ്ങാനും ഇനി വന്നാലോ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. ആന്റിയോക്കസ് I എന്ന് പറയുന്ന ഭരണാധികാരി അല്ലെങ്കിൽ ആന്റിയോക്കസ് I എന്ന് പറയുന്ന രാജാവാണ് ബിന്ദുസാറിന്റെ കൊട്ടാരത്തിലേക്ക് ഡൈമാക്കസ് എന്ന് പറയുന്ന അംബാസഡറെ എന്ത് ചെയ്യുന്നത്? അയക്കുന്നതെന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക? ഒന്ന് വയ്ക്കുക. സെറ്റല്ലേ? ഇതാ പിടിച്ചോ അടുത്ത ചോദ്യം. ദ നെയിം പിയാദാസി ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഹും എമംഗ് ദ ഫോളോയിങ് മൗര്യൻ കിങ്സ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്. നമുക്കറിയാം 2 ടൈറ്റിലുകളിലാണ് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഒന്ന് ദേവനാമപിയ. ദേവനാമപിയ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവങ്ങൾക്ക് പ്രിയപ്പെട്ടവൻ. ദേവനാമപിയ, ദൈവങ്ങൾക്ക് പ്രിയപ്പെട്ടവൻ. പിയാദാസി, പ്ലീസിങ് അപ്പിയറൻസ് അല്ലെ, വളരെ നല്ല വസ്ത്രങ്ങൾ ധരിച്ചിരുന്ന, എപ്പോഴും കാണാൻ എന്താ പറയുക, സുന്ദരനും സുമുഖനുമായ എന്ന രീതിയിൽ വരുന്ന പ്ലീസിങ് അപ്പിയറൻസ് എന്നുള്ള പേര് വരുന്ന രണ്ടാമത്തെ പേര്. ഈ 2 പേരിലും അറിയപ്പെട്ടിരുന്ന മുഗൾ രാജാവ് ആരാണ്? അല്ലെങ്കിൽ കോൺസ്റ്റന്റൈൻ ഓഫ് ബുദ്ധിസം എന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? മൂപ്പരെ വിളിക്കാറുണ്ട് അല്ലെ. ഈ പേരുകളെല്ലാം അറിയപ്പെട്ടിരുന്ന ഒരൊറ്റ മൗര്യൻ രാജാവേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ പേരെന്താണ്? അശോക ചക്രവർത്തി എന്നാണ് അല്ലെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അദ്ദേഹം കലിംഗാവാർ നടത്തിയതും അതിന്റെ പരിപാടിയൊക്കെ നമുക്ക് അറിയുന്നതാണ്. എന്തായാലും അദ്ദേഹം അറിയപ്പെട്ടിരുന്ന 2 ടൈറ്റിലുകളാണ് ദേവനാമപിയ, അതുപോലെ പിയാദാസി എന്നും എന്ത് ചെയ്യുക?
വെക്കുക. എന്നാ പിടിച്ചോ അടുത്തത്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് മേജർ റോക്ക് എഡിക്ട്സ് ഓഫ് അശോക ഇസ് ദ കലിംഗ വാർ മെൻഷൻ. ഞാൻ തൊട്ടടുത്ത ചോദ്യം കൂടി വരുന്നതുകൊണ്ടാണ് ഞാൻ അവിടെ പിന്നെ അധികം പറയാതിരുന്നത്. അശോകനാണ് കലിംഗ വാർ നടത്തിയത്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ഏത് വർഷത്തിലാണ് അശോകൻ കലിംഗ വാർ നടത്തുന്നത്? 261 BC-ലാണ് അശോകൻ കലിംഗ വാർ നടത്തുന്നത്. ഈ കലിംഗ യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം അശോകൻ തുടങ്ങുന്ന ഒരു പരിപാടിയുണ്ട്. അദ്ദേഹത്തിന്റെ അച്ചീവ്മെന്റുകളെല്ലാം കല്ലുകളിൽ, ശിലാലിഖിതങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ശിലയിൽ ലിഖിതമാക്കുന്നത്. അതിനെയാണ് നമ്മൾ ശിലാലിഖിതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റോക്ക് എഡിക്റ്റ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ തന്റെ എംപയറിന്റെ പല ഭാഗങ്ങളിലും പല ഭാഷകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? അശോകൻ കൊത്തിവെക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു സംഭവത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് കലിംഗ വാറിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുന്നത്. അപ്പോൾ അത്തരത്തിൽ കൊത്തിവെച്ചതിൽ ഏതിലാണ് ഈ പറയുന്നത് പോലെ കലിംഗ വാർ മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്നാണ് എന്തിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത്. പ്രധാനമായും അത്തരത്തിലുള്ള 33 എഡിക്റ്റുകളാണ് ഉള്ളത്. അതിൽ തന്നെ 14 എണ്ണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മേജർ റോക്ക് എഡിക്റ്റുകളായിട്ട് നമ്മൾ കാണുന്നത്. എണ്ണം വലിയ കാര്യമായിട്ട് ചോദിച്ചിട്ടില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഈ 14 മേജർ റോക്ക് എഡിക്റ്റുകളിൽ 13ാമത്തേതിലാണ് അശോകൻ എന്ത് ചെയ്തിരിക്കുന്നത്? കലിംഗ വാറിനെ പറ്റി സംസാരിച്ചിരിക്കുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കലിംഗ വാർ ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു വീണ ഒരു യുദ്ധമാണ്. അതിൽ അശോകർ തന്നെ മനസ്സുമാറി അശോകൻ ബുദ്ധമതത്തിലേക്ക് മാറുകയുണ്ടായി. പൊതുവേ നമ്മുടെ നാട്ടിലൊരു പറച്ചിലുണ്ട്, 13 എന്ന് പറയുന്നത് എന്താണ്? വളരെ പൊട്ട നമ്പറാന്ന് പറയാറുണ്ട് അല്ലേ? അങ്ങനെയൊന്നും അല്ലെങ്കിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാനുള്ള സൗകര്യത്തിന് ഇത്രയും ആളുകൾ മരിക്കാൻ കാരണമായത് എന്നുള്ള അർത്ഥത്തിൽ എന്ത് ചെയ്യാം? 13 അത് എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ 13ാമത്തെ പ്രധാനപ്പെട്ട ശിലാലിഖിതത്തിലാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? കലിംഗ വാർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി മറ്റു പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ഈ ശിലാലിഖിതങ്ങളെല്ലാം ഡെസിഫർ ചെയ്തെടുത്ത ആൾ ആരാണ്? ഇതൊക്കെ വായിച്ചെടുക്കണമല്ലോ അല്ലേ, അല്ലെങ്കിൽ മനസ്സിലാക്കി എടുക്കണമല്ലോ. നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇതെല്ലാം ഡെസിഫർ ചെയ്തെടുത്ത വ്യക്തിയുടെ പേരാണ് ജെയിംസ് പ്രിൻസ് എന്ന് പറയുന്നത്. അശോകന്റെ ശിലാലിഖിതങ്ങൾ ഡെസിഫർ ചെയ്ത വ്യക്തി ആരാണ്? ഹൂ ഡെസിഫൈഡ് ദ മേജർ റോക്ക് എഡിക്ട്സ് ഓഫ് അശോക? അങ്ങനെ തന്നെയാണ് ചോദിക്കാറുള്ളത്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ജെയിംസ് പ്രിൻസ് ആണെന്നും കൂടി എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. പിന്നെ ഒരു ചെറിയ കാര്യം കൂടെ പറയാനുള്ളത്, ഇത്തരത്തിൽ ഈ ഇൻസ്ക്രിപ്ഷൻസിനെ പറ്റി, ഇങ്ങനെ കൊത്തിവെക്കുന്ന ഇൻസ്ക്രിപ്ഷൻസിനെ പറ്റിയിട്ടുള്ള പഠനം, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അറിയോ? എപ്പിഗ്രാഫി എന്ന് പറയുന്നത്. ഇത് NCERT-യിൽ ഒരു പെട്ടിയിൽ കൊടുത്തിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല പരീക്ഷകളിലും ഞാൻ ചോദിച്ചു കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിവിടെ പറയുന്നത്. സ്റ്റഡി ഓഫ് ഇൻസ്ക്രിപ്ഷൻസ്, ഇത്തരത്തിൽ കൊത്തിവെച്ച സാധനങ്ങളെ പറ്റി പഠിക്കുന്നതിന്, ആ സ്റ്റഡി ഓഫ് ഇൻസ്ക്രിപ്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ എപ്പിഗ്രാഫി എന്ന് പറയുന്നത്. അപ്പം എന്തായിരുന്നു ചോദ്യം? കലിംഗ വാർ അശോകൻ മെൻഷൻ ചെയ്തിരിക്കുന്നത് തന്റെ 13ാമത്തെ റോക്ക് എഡിക്റ്റിലാണ്. അത് ഡീകോഡ് ചെയ്തെടുത്ത് ജെയിംസ് പ്രിൻസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. കലിംഗ യുദ്ധം നടക്കുന്ന വർഷം 261 BC ആണ്. ഇത്തരത്തിൽ കൊത്തിവെച്ച കാര്യങ്ങളെ പറ്റിയിട്ടുള്ള പഠനം എന്ത് പേരിൽ അറിയപ്പെടുന്നു? എപ്പിഗ്രാഫി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത് പല ഭാഷകളെന്ന് കൊത്തിവെച്ചിട്ടുണ്ടോ? ബ്രഹ്മിയിലുണ്ട്, പ്രാകൃതിയിലുണ്ട്, ഖരോഷ്ടിയിലുണ്ട്, ഗ്രീക്കിലുണ്ട്, അറാമിക്കിലുണ്ട്. അങ്ങനെ പല പല ഭാഷകളിൽ ഓരോ രാജ്യത്തിന്റെ ഓരോ ഭാഗത്തും ആരാണോ താമസിക്കുന്നത്, ഏത് തരത്തിലുള്ള ആൾക്കാരാണോ, ഏത് ഭാഷയിലുള്ള ആൾക്കാരാണോ സംസാരിക്കുന്നത്, അവർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? അശോകൻ ഇത്തരം കാര്യങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ടായത്. അതിൽ തന്റെ സബ്ജക്ട്സിനോടുള്ള മെസ്സേജ് ഉണ്ടാവും, തന്റെ ജനങ്ങളോട് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ബുദ്ധമതത്തിന്റെ സ്പ്രെഡിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അച്ചീവ്മെന്റുകൾ അദ്ദേഹം കൊത്തിവെച്ചിട്ടുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ കല്ലിൽ കൊത്തിവെക്കുന്ന തന്റെ അച്ചീവ്മെന്റുകൾ ഇത്തരത്തിൽ കല്ലിൽ കൊത്തിവെക്കുന്ന പരിപാടി ആദ്യമായി ചെയ്തു തുടങ്ങിയ ആളാണ് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന മഹാനായ അശോക ചക്രവർത്തി എന്ന് കൂടെ എന്ത് ചെയ്യുക? നിങ്ങൾ ഓർത്തുവെക്കുക. സെറ്റല്ലേ? എന്നാ പിടിച്ചു അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് നോട്ട് വൺ ഓഫ് ദ ബേസിക് ആട്രിബ്യൂട്ട്സ് ഓഫ് അശോകാസ് ധർമ്മ? അശോകന്റെ ധർമ്മ എന്ന് പറയുന്ന പരിപാടി പറയുന്ന പോലെ എല്ലാവരെയും നന്നായിട്ട് ഭരിക്കാനും അതുപോലെ ആളുകൾക്കിടയിൽ സാഹോദര്യവും സമാധാനമൊക്കെ വരാനായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. അതിന്റെ ഭാഗമല്ലാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഹിംസ, ഓഫ് കോഴ്സ് ബുദ്ധമതത്തിൽ വിശ്വസിച്ച ആളാണായിരുന്നു. സെക്യുലറിസം, മതം ചൂസ് ചെയ്യാനുള്ളത് ഉണ്ടായിരുന്നു. പൊളിറ്റിക്കൽ യൂണിഫിക്കേഷൻ, രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഏകോപനം ഉണ്ടായിരുന്നു. പക്ഷേ ഏതുണ്ടായിരുന്നില്ല? ആളുകളോട് എല്ലാം പറയാം, നിങ്ങൾ അഹിംസ പാലിക്കണേന്ന് പറയാം, സെക്യുലർ ആവണമെന്ന് പറയാം, പൊളിറ്റിക്കൽ യൂണിഫിക്കേഷൻ ആവണമെന്ന് പറയാം. പക്ഷെ നിങ്ങളെല്ലാവരും ബ്രഹ്മചാരി ആവണമെന്ന് പറയാനുള്ള ഒരു അധികാരം ആർക്ക് വരുന്നില്ല? ഒരിക്കലും ഒരു ചക്രവർത്തിക്ക് വരുന്നില്ല. സോ സെലിബസി അതിന്റെ ഭാഗമായിരുന്നില്ല. അശോകന്റെ ധർമ്മത്തിന്റെ ഭാഗമായിരുന്നു അഹിംസയും സെക്യുലറിസവും പൊളിറ്റിക്കൽ യൂണിഫിക്കേഷനും. സെലിബസി എന്തല്ല? ബ്രഹ്മചര്യം അതിന്റെ ഭാഗമല്ല. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. അക്കോർഡിംഗ് ടു ദി ഇൻസ്ക്രിപ്ഷൻസ് പുഷ്യമിത്ര ശുംഗ വാസ് എ ഡിവോട്ടി ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗോഡ്സ്? അങ്ങനെ ഞാൻ കണ്ടിട്ടില്ലാത്തൊരു ചോദ്യമാണ്. പുഷ്യമിത്ര ശുംഗ എന്ന് പറയുന്ന ഭരണാധികാരി ഏത് ഏത് ദൈവത്തിന്റെ വിശ്വാസിയായിരുന്നു ചോദിച്ചേക്കുന്നത്? കൃഷ്ണന്റെ ഫോളോവർ ആയിരുന്നു ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന പുഷ്യമിത്ര ശുംഗെന്നും എന്ത് ചെയ്യുക? ഓർത്തുവെക്കുക. ഈ ശുംഗ ഡൈനാസ്റ്റിയിലേക്ക് നമ്മൾ പതുക്കെ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് പലർക്കും കോഡ് അറിയുന്നുണ്ടാവും. അറിയില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് പറയാണ്. ആൻഷ്യൻ ഇന്ത്യയിലെ ഡൈനാസ്റ്റീസ് പഠിക്കാനായിട്ട് നമ്മൾ ഓർക്കുന്ന ഒരു കോഡാണ് ഹസ്തീന മഷൂക്ക എന്ന് പറയുന്നത് അല്ലെ. ഹസ്തീന എന്ന് പറയുമ്പോൾ അതിൽ ആദ്യം എവിടെ നിന്ന് തുടങ്ങുക? ഹര്യങ്കയിലാണ് നമ്മൾ തുടങ്ങുക. പിന്നെ വരുന്നതാണ് ശിശുനാഗ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഹര്യങ്കയും ശിശുനാഗയും അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നെ വരുന്നതാണ് നന്ദാസ് എന്ന് പറയുന്നത്. ഈ നന്ദാസിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് ആര് വരുന്നത്? ഈ പറയുന്ന മൗര്യന്മാർ വരുന്നത് അല്ലെ. നന്ദാസിനെ റീപ്ലേസ് ചെയ്ത് മൗര്യന്മാർ വരുന്നു. ഈ മൗര്യന്മാർക്ക് ശേഷം പിന്നെ വരുന്ന ഡൈനാസ്റ്റിയാണ് ശുംഗ എന്ന് പറയുന്നത്. ഈ ശുംഗാസിന് ശേഷം പിന്നെ വരുന്നതാണ് ആരെന്ന് പറയുന്നത്? കൻവാസ് എന്ന് പറയുന്നത്. ഈ ഓർഡർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവണം. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ
വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പലപ്പോഴും ചോദിക്കാറുണ്ട്, നന്ദാസിന് ശേഷം ഭരണം പിടിച്ച ഭരണാധികാരി ആരാണ്, ഇല്ലെങ്കിൽ ആരെ റീപ്ലേസ് ചെയ്തിട്ടാണ് മൗര്യന്മാർ ഭരണം പിടിച്ചത്, ഇല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് മൗര്യന്മാർക്ക് ശേഷം പിന്നീട് അധികാരത്തിൽ വന്ന ഡൈനാസ്റ്റി ഏതാണ് എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അത് കറക്റ്റായിട്ട് പറയാൻ പറ്റണം. അതിന് ഹെൽപ്പ് ചെയ്യുന്ന കോഡാണ് ഏതെന്ന് പറയുന്നത്, ഈ പറയുന്ന ഹസീന മഷൂക്ക എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ മൗര്യന്മാരുടെ ചോദ്യങ്ങൾ കഴിഞ്ഞു. പിന്നെ വരുന്നതാണ് ശുങ്കാസ് എന്ന് പറയുന്നത്. ആ ശുങ്കാസിലെ പുഷ്യമിത്ര ശുങ്കൻ എന്ന് പറയുന്ന ഭരണാധികാരി ആരുടെ ഫോളോവർ ആയിരുന്നു ചോദിച്ചത്, ആരുടെ ഫോളോവർ ആയിരുന്നു, ഈ പറയുന്ന കൃഷ്ണന്റെ ഫോളോവർ ആയിരുന്നു. എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ശരിയല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊള്ളട്ടെ. നിങ്ങൾ ഈ കാണുന്ന ക്ലാസ്സിലെ ചോദ്യങ്ങളടക്കം അവസാനമായി നടന്ന 6 വർഷങ്ങളിലെ CGL ചോദിച്ചിട്ടുള്ള ടയർ 1ലെയും ടയർ 2ലെയും എല്ലാ GK ചോദ്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മളൊരു CGL ക്വസ്റ്റ്യൻ ബാങ്ക് അക്കാഡമിക്സിൽ നിന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഏകദേശം 3678 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ബാങ്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ എല്ലാ സബ്ജക്റ്റും, GKയിലെ എല്ലാ സബ്ജക്റ്റും, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കണോമിക്സ്, സ്ട്രാറ്റജിക്ക്, ഈവൻ ടയർ 2ൽ ചോദിക്കുന്ന ടയർ 2ൽ ക്വാളിഫിംഗ് ആയിട്ടുള്ള കമ്പ്യൂട്ടറിലെ ചോദ്യങ്ങൾ വരെ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഈ പറയുന്ന പോലെ CGL ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമാണ്. 2019 മുതലുള്ളത് ഓരോന്നായിട്ട് പെരുക്കിയെടുത്ത് സബ്ജക്ട് വൈസ് സോർട്ട് ചെയ്തിട്ടാണ് എന്തിരിക്കുന്നത് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എല്ലാ സബ്ജക്റ്റിനും ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇയർ വൈസ് തന്നെ നമ്മൾ അവൈലബിൾ ആക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഓരോ ചോദ്യങ്ങളും നിങ്ങൾ പരിചയപ്പെടുന്നതിലൂടെ എങ്ങനെയാണ് CGLന് GKയിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നതെന്നും എങ്ങനെയാണ് അതിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു PDF നിന്ന് കിട്ടും. ഇതിന് 99 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. PDF ആയിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തിട്ടുണ്ട്. സോ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുത്ത് യൂസ് ചെയ്യാം. താങ്ക് യു. നമുക്ക് ശതവാഹനാസിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ആദ്യം കിടക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കിങ്ഡംസ് വാസ് ഡിവൈഡഡ് ഇൻറ്റു സബ് ഡിവിഷൻസ് കോൾഡ് ആഹാരാസ് ഓർ രാഷ്ട്രാസ് ദാറ്റ് മീൻസ് ഡിസ്ട്രിക്ട്? എന്തുകൊണ്ടാണ് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞു നമ്മൾ സംസാരിക്കാൻ പോകുന്ന ശതവാഹനാസിനെ പറ്റിയാന്നുള്ളത്. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരല്ലേ വരാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, സിമ്പിളാന്ന് പറഞ്ഞത്. അല്ലാതെ SSCയുടെ പെർസ്പെക്റ്റീവിലോ RRBയുടെ പെർസ്പെക്റ്റീവിലോ നോക്കുമ്പോൾ അങ്ങനെ ഇതൊരു ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ചോദ്യമല്ല. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ശതവാഹന എംപയറിലാണ്, ശതവാഹന ഡൈനാസ്റ്റിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ജില്ലകൾ എന്നുള്ള രീതിയിൽ ആഹാരാസ് അല്ലെങ്കിൽ രാഷ്ട്രാസ് എന്ന പേരിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, തരം തിരിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഈ ഒരു ഭാഗം ഭരിച്ചിരുന്ന ഡൈനാസ്റ്റി ആയിരുന്നു ഏതെന്ന് പറയുന്നത് ശതവാഹന ഡൈനാസ്റ്റി എന്നും എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ ആഹാരാസ് അല്ലെങ്കിൽ രാഷ്ട്രാസ് എന്ന് പറയുന്നവർ ഭരിച്ചിരുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ജില്ലകളായി തരംതിരിച്ചിട്ടുള്ള രീതിയിൽ ഭരിച്ചിരുന്ന ആരാണ്, ശതവാഹനാസ് ആണെന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. ഗൗതമിപുത്ര ശതകർണി ടൈറ്റിൽഡ് രാജരാജ ആൻഡ് മഹാരാജ ഈസ് റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡൈനാസ്റ്റീസ്? മറ്റേ പറയുന്നത് നിങ്ങൾ എന്താ തമാശയാക്കാണ് എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. പക്ഷെ ചോദ്യം വന്നിട്ടുള്ളതാണ്. പലപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്, വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. ചിലപ്പോൾ വളരെ ഡയറക്റ്റ് ആയിട്ട് ഗൗതമിപുത്ര ശതകർണി എന്ന് പറയുന്ന രാജാവ് അല്ലെങ്കിൽ ഭരണകർത്താവ് ഏത് ഡൈനാസ്റ്റിയുടെ രാജാവാണെന്ന് ചോദിക്കാറുണ്ട്. ഇവിടെ ഒരു പടി കൂടെ ഒരു മുന്നോട്ട് പോയി രാജരാജ എന്ന് പറയുന്ന ടൈറ്റിലും അതേപോലെ മഹാരാജ എന്ന് പറയുന്ന ടൈറ്റിലും കൂടെ അറിയപ്പെട്ട ഗൗതമിപുത്ര ശതകർണി ഏത് ഡൈനാസ്റ്റിയിലെ ആളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇദ്ദേഹം ഫേമസ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം അമ്മയുടെ പേര് തന്നോട് കൂടെ ചേർത്തിട്ടുണ്ട്, ഗൗതമിയുടെ പുത്രനായ ശതകർണി. അങ്ങനെ അമ്മയുടെ പേര് തൻ്റെ കൂടെ ചേർക്കുന്ന ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ഭരണാധികാരിയായിരുന്നു ആരെന്ന് പറയുന്നത്, ഈ ഗൗതമിപുത്ര ശതകർണി എന്ന് പറയുന്നത്. ഫസ്റ്റ് റൂളർ ടു ബി നെയിംഡ് ആഫ്റ്റർ ഹിസ് മദർ, അമ്മയുടെ പേര് തൻ്റെ പേരിനോടൊപ്പം ചേർക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഭരണാധികാരി. മാത്രവുമല്ല ശതവാഹനാസിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി കൂടിയാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ ഈ ഗൗതമിപുത്ര ശതകർണി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഓർത്തു വെക്കാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. ഗൗതമിപുത്ര ശതകർണി ശതവാഹന റൂളറാണ്. അമ്മയുടെ പേര് സ്വന്തം പേരിനോടൊപ്പം ചേർത്ത ആളാണ് ആരെന്ന് പറയുന്നത്, ഈ ഗൗതമിപുത്ര ശതകർണി എന്നുകൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ കാലത്ത് അല്ലെങ്കിൽ ശതവാഹന കാലഘട്ടത്തിലെ കുറച്ച് ചെമ്പ് നാണയങ്ങളുടെ പടമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്തതിലോട്ട് പോട്ടെ. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. ഡീറ്റെയിൽസ് അബൌട്ട് സുദർശന ലേക്ക് ഈസ് ഗിവൺ ഇൻ എ റോക്ക് ഇൻസ്ക്രിപ്ഷൻ അറ്റ് ഗിർനാർ അല്ലെങ്കിൽ ജുനഗഡ് വിച്ച് വാസ് കമ്പോസ് ടു റെക്കോർഡ് ദ അച്ചീവ്മെന്റ്സ് ഓഫ് ദ ഷഗാർ ഉള്ള ഡാഷ്. ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഈ സുദർശന ലേക്ക് റിപ്പയർ, ഈ സുദർശന ലേക്ക് എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈ റിപ്പയർ ജുനഗഡ് റോക്ക് ഇൻസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ആരാണ് ചെയ്തത് എന്നുള്ളതാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. അത് ചെയ്ത ആളുടെ പേര് രുദ്രാദമൻ 1 എന്നാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഒരു കോയിൻ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, വെള്ളിനാണിയാണ്. രുദ്രാദമൻ 1ന്റെ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന സുദർശന ലേക്ക് റിപ്പയർ ചെയ്യുന്നത്. നമുക്ക് ആ ഡാറ്റ കിട്ടിയത് എവിടെ നിന്നാണ്, ജുനഗഡ് ഇൻസ്ക്രിപ്ഷനിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, അത് കിട്ടിയത്. ഇദ്ദേഹം ഏത് ഭരണാധികാരിയാണ്, ശകാ ഭരണാധികാരിയാണ്. ശതവാഹനയല്ല, ശകാ ഭരണാധികാരിയാണ് ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന രുദ്രാദമൻ 1 എന്ന് ഓർത്തു വെക്കുക.
ഒരുപാട് പോയിന്റുകളുണ്ട് ഈ ചോദ്യത്തിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ചോദിക്കാറുള്ളത്, അപ്പോൾ നമുക്ക് ചോദിച്ചിട്ടുള്ള അതേ ചോദ്യം തന്നെയാണ്. സുദർശനയിലേക്ക് റിപ്പയർ ചെയ്ത ഭരണാധികാരി ആരാണ്? ഈ ജുനഗഡ് ഇൻസ്ക്രിപ്ഷന്റെ കാര്യമൊന്നും പറയില്ല. വളരെ ഡയറക്റ്റ് ആയിട്ട് ഹു എമംഗ് ദ ഫോളോയിങ് ഈസ് ബിലീവ് ടു ബി റിപ്പയർഡ് ദ ജുനഗഡ് ലേക്ക് സുദർശന ലേക്ക് എന്നാണ് എന്ത് ചെയ്യാറുള്ളത്, ചോദിക്കാറുള്ളത്. ആ സുദർശന ലേക്ക് റിപ്പയർ ചെയ്ത് രുദ്രാധമൻ വണ്ണാണ്. ഇവിടെ ഒന്നുകൂടെ മാറ്റി പറഞ്ഞു, ആ ജുനഗഡ് ഇൻസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുള്ള സുദർശന ലേക്ക് റിപ്പയർ ചെയ്തത് ആരാണെന്നാണ് എന്തിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. ഇനി വേണമെങ്കിൽ എങ്ങനെ ചോദിക്കാം, ഈ പറയുന്ന രുദ്രാധമൻ എന്ന ഭരണാധികാരി ഏത് ഡൈനാസ്റ്റിയുടെ ഭരണാധികാരിയാണെന്ന് ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം, ശകാ ഭരണാധികാരിയാണ് ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന സുദർശനയിലേക്ക് റിപ്പയർ ചെയ്ത് രുദ്രാധമൻ എന്ന് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഓർത്തു വയ്ക്കുക. ഇത് തിരിച്ചു മറിച്ചൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അങ്ങനെ അതായത് ഈ ജുനഗഡ് ഇൻസ്ക്രിപ്ഷനെ പറ്റിയും ഗിർനാർ ഇൻസ്ക്രിപ്ഷനെ പറ്റിയൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഈ സുദർശന ലേക്ക് എന്ന് പറയുന്ന റിപ്പയർ ഏത് ഇൻസ്ക്രിപ്ഷനിൽ നിന്നാണ് നമുക്ക് ഡാറ്റ കിട്ടിയതെന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെയും ഇവിടെയൊക്കെ ഞാൻ അപൂർവമായിട്ട് ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതും ഓർത്തു വയ്ക്കുക. സുദർശന ലേക്കിന്റെ റിപ്പയറിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് എവിടെ നിന്നാണ്, ജുനഗഡ് ഇൻസ്ക്രിപ്ഷനിൽ നിന്നാണെന്നും എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. സെറ്റല്ലേ? എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. An inscription Takti Bahi recovered from Mardan near Peshawar indicates the rule of which of the following dynasties in northwestern area of Pakistan. മക്കളെ അങ്ങനെ കണ്ടിട്ടുള്ളൊരു ചോദ്യമല്ല. താക്തി ബഹി എന്ന് പറയുന്ന ഒരു ഇൻസ്ക്രിപ്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, പെഷവാറിനടുത്ത്, ഇപ്പോഴത്തെ പാകിസ്ഥാനിലെ പെഷവാറിനടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട്. ഇത് ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ ഏരിയ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രസന്റ് പാകിസ്ഥാനിലെ നോർത്ത് വെസ്റ്റേൺ ഏരിയയിലെ ഏത് ഡൈനാസ്റ്റിയുടെ ഭരണത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാർത്തിയൻസിന്റെ ഭരണത്തെ പറ്റിയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഡൈനാസ്റ്റികളൊന്നും ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ ഭയങ്കര ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുന്നില്ല. കാരണം സാധാരണ ഈ ഭാഗത്തൊന്നും എന്ത് ചെയ്യാറില്ല, അങ്ങനെ ചോദ്യങ്ങൾ വരാറേ ഇല്ല എന്ന് നമുക്ക് പറയാം. നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോകുന്നൊരു ഡൈനാസ്റ്റികളാണ് ഈ പറയുന്ന പാർത്തിയൻസ് എല്ലാം. പക്ഷേ ആ ഭാഗത്തൊക്കെ ഒരു ഇച്ചിരി ഉണ്ടത്തില്ല, എന്നാൽ അധികം ചോദ്യം ചോദിച്ചിട്ടില്ല. അവിടെ ഇവിടെയും 1-2 ചോദ്യങ്ങൾ ചോദിച്ച് എന്ത് ചെയ്തിരിക്കുകയാണ്, പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എത്രത്തോളം നമ്മൾ ഡെപ്തിൽ പഠിക്കുക എന്നുള്ളത് എന്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ആസ് ഓഫ് നോ ഇനിയിപ്പോൾ ഒരു 1-2 വർഷം ഇതേ ട്രെൻഡ് ഫോളോ ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഡെപ്തിൽ പഠിക്കണം. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക എന്നുള്ളതാണ്. ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക എന്നുള്ളതാണ്, നോക്കി വെക്കുക എന്നുള്ളതാണ്. സോ അതിൽ ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഇത് ഓർത്തു വെക്കുക. താക്തി ബഹി എന്ന് പറയുന്ന പെഷവാറിൽ നിന്നും കിട്ടിയിട്ടുള്ള ഒരു ഇൻസ്ക്രിപ്ഷൻ, അത് ആരുടെ ഭരണത്തെ പറ്റിയാണ് സൂചിപ്പിക്കുന്നത്, പാർത്തിയൻസിന്റെ ഭരണത്തെ പറ്റിയാണ് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അടുത്തത് കുഷാനാസിനെ പറ്റിയാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. കുഷാന എംപയർ ഭരിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാനായിട്ട് കഴിയും. ഈ കുഷാന എംപയർ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നല്ലോണം ചോദ്യങ്ങൾ വരാറുള്ള ഒരു ഡൈനാസ്റ്റി തന്നെയാണ് ഇതെന്ന് പറയുന്നത്, കുഷാനാസ് എന്ന് പറയുന്നത്. മധുര വാസ് ദ സെക്കൻഡ് ക്യാപിറ്റൽ ഓഫ് ഡാഷ് ഡൈനാസ്റ്റി. എഗെയിൻ ഞാൻ ഈ ടൈറ്റിൽ വരുമ്പോൾ ഒരു പ്രശ്നം ഇതാണ്, ഈ മധുര എന്ന് പറയുന്നത് ഏത് ഡൈനാസ്റ്റിയുടെ 2ാം തലസ്ഥാനമായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഒബ്വിയസ് ആണ്, എന്താണ്, കുഷാന ഡൈനാസ്റ്റിയിലാണ്. പക്ഷെ എനിക്കിവിടെ നിങ്ങളോട് വീണ്ടും ഒരു ചോദ്യം ചോദിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ആദ്യത്തെ ക്യാപിറ്റൽ ഏതായിരുന്നു ചോദിക്കാൻ പറ്റും. ഇവരുടെ ആദ്യത്തെ ക്യാപിറ്റലാണ് ഏതെന്ന് പറയുന്നത്, പുരുഷപുര എന്ന് പറയുന്നത്. പുരുഷപുരയോ അങ്ങനെ ഒരു സ്ഥലം ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്പം നിങ്ങൾക്ക് പറഞ്ഞുതരും. ഇത് അന്നത്തെ കാലത്തെ പേരാണ്, ഇന്ന് ഇതിന്റെ പേര് പെഷവാർ എന്നാണ്. അതെ, പാകിസ്ഥാനിലെ പെഷവാർ. നിങ്ങൾക്കിവിടെ മാപ്പ് നോക്കിയാൽ കാണാം, ഈ ഭാഗത്ത് കണ്ടോ. ഈ പെഷവാർ അടിസ്ഥാനമാക്കി ഭരിച്ചിരുന്ന ആളുകളാണ് ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന കുഷാന എംപയർ എന്ന് പറയുന്നത്. അവരുടെ ആ കാലഘട്ടത്തിലെ പേരായിരുന്നു ഏതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ പെഷവാറിന്റെ ആ കാലഘട്ടത്തിലെ പേരായിരുന്നു ഏതെന്ന് പറയുന്നത്, പുരുഷപുര എന്നും എന്ത് ചെയ്യുക, ഓർത്തേക്കുക. ഇനി ആരാണ് ഈ കുഷാന ഡൈനാസ്റ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരി? കുഷാന ഡൈനാസ്റ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരിയാണ് ആരെന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കനിഷ്കൻ എന്ന് പറയുന്നത്. ഇത് സീജലിന് കഴിഞ്ഞ വട്ടം ടയർ 2 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സോ ഒന്നുകൂടി ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നും ചെയ്യുക, നന്നായിട്ട് നോക്കി വെക്കുക. അടുത്തത്, ദ കുഷാന എംപറർ കനിഷ്ക ഹു റൂൾഡ് ഫ്രം ദ ലേറ്റ് ഫസ്റ്റ് ടു ദ ഏർലി ഓർ മിഡ് സെക്കൻഡ് സെഞ്ചുറി AD വാസ് ദ ഡാഷ് കുഷാന റൂളർ. അതായത് കുഷാന എംപറർ ആണ് കനിഷ്കൻ. അത് തന്നെ ഒരു ചോദ്യമാണ്. കനിഷ്കൻ എപ്പോഴും ഏത് ഡൈനാസ്റ്റിയിലെ ആളാണെന്ന് ചോദിക്കാറുണ്ട്. കുഷാന ഡൈനാസ്റ്റിയിലെ ആളാണെന്ന് പറയുന്നത് കനിഷ്കൻ എന്ന് പറയുന്നത്. ഇദ്ദേഹം ലേറ്റ് ഫസ്റ്റ് ദ ഏർലി മിഡ് സെക്കൻഡ് സെഞ്ചുറി ഏടെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഭരിച്ചിരിക്കുന്നത്. ഇദ്ദേഹം എത്രാമത്തെ കുഷാന റൂളർ എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അത്യാവശ്യം ഒരു ഡെപ്തിലുള്ള ചോദ്യമാണ്. ഇദ്ദേഹം 1ാമത്തേതല്ല, 2ാമത്തേതുമല്ല, 3ാമത്തെ കുഷാന ഭരണാധികാരിയായിരുന്നു ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന കനിഷ്കൻ എന്ന് പറയുന്നത്. അപ്പൊ ആരൊക്കെയാണ് ആദ്യത്തെ, നിങ്ങൾക്ക് സംശയം ഉണ്ടാവും അല്ലെ. ആദ്യത്തെ ഭരണാധികാരിയുടെ പേരാണ് കുജൂല കഡാഫിസ്. എന്താണ് ആദ്യത്തെ ഭരണാധികാരിയുടെ പേര്? കുജൂല കഡാഫിസ് എന്നാണ് ആദ്യത്തെ ഭരണാധികാരിയുടെ പേര്. 2ാമന്റെ പേരെന്താണ്? 2ാമന്റെ പേരാണ് വിമാ കഡാഫിസ് എന്ന് പറയുന്നത്. വിമാ കഡാഫിസ്. ഇത് ഞാൻ വായിക്കുന്നതാണ്, ഇങ്ങനെ സ്പെല്ലിംഗ് കറക്റ്റ് ആണ്, ബട്ട് പ്രൊണൗൺസിയേഷൻ ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. 3ാമതായിട്ട് വന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന കനിഷ്കൻ എന്ന് പറയുന്നത്. കുഷാന ഡൈനാസ്റ്റിയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിരുന്നു ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന കനിഷ്കൻ എന്ന് പറയുന്ന. ആ കാലഘട്ടത്തിൽ ഒരു കനിഷ്കൻ ഇറക്കിയിട്ടുള്ള ഒരു സ്വർണ്ണ നാണയം കണ്ടോ. സ്വർണ്ണ നാണയം ഇവർ ഇറക്കുന്നതിൽ ഇവർ ഭയങ്കര മിടുക്കന്മാരായിരുന്നു. നല്ല അച്ചടിയിൽ നല്ല ക്വാളിറ്റി പ്രിന്റിലുള്ള സ്വർണ്ണ നാണയങ്ങൾ ഇറക്കാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവർക്ക് ആ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മക്കളെ 2 പേരുകളോട് ഓർത്തു വയ്ക്കുക. കുജൂല കഡാഫിസും വിമാ കഡാഫിസും ഏത് ഡൈനാസ്റ്റിയാന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ബട്ട് സ്റ്റിൽ എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് കനിഷ്കനെ തന്നിട്ട്
കനിഷ്കൻ ഏത് ഡൈനാസ്റ്റിയാന്ന് തന്നെയാണ് എന്ത് ചെയ്യാറുള്ളത്, എപ്പോഴും ചോദിക്കാറുള്ളത്. കനിഷ്കൻ ഏത് ഡൈനാസ്റ്റിയിലെയാണ്? കുഷാന ഡൈനാസ്റ്റിയിലാണെന്ന് ഓർത്ത് വയ്ക്കുക. കനിഷ്കൻ 1-2 ടൈറ്റിലുകളൊക്കെ ഉണ്ട്, അറിയുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം. രണ്ടാം അശോകൻ എന്നറിയപ്പെട്ട വ്യക്തിയാണ് കനിഷ്കൻ. കാരണം നിങ്ങൾക്കറിയാം 4 ബുദ്ധമത സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട് അല്ലെ. ആദ്യത്തേത് അജാതശത്രു, രണ്ടാമത്തേത് അശോകൻ, മൂന്നാമത്തേത് അജാതശത്രു, അജാതശത്രു, കാലശോകൻ, മുഴുവൻ അശോകൻ, കനിഷ്കൻ, അങ്ങനെയല്ല നമ്മൾ പറയാറുള്ളത്. അപ്പൊ 4-ാം ബുദ്ധമത സമ്മേളനം നടത്തിയ വ്യക്തി കൂടിയാണ് ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന കനിഷ്കൻ എന്ന് പറയുന്നത് അല്ലെ. 4 ബുദ്ധമത സമ്മേളനം ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിലോട്ട് വീണ്ടും പോവാത്തത്. അറിയുന്നവരുണ്ടെങ്കിൽ അറിയാത്തവരുണ്ടെങ്കിൽ AK 4 ബുദ്ധമത സമ്മേളനങ്ങൾ പ്രിസൈഡ് ചെയ്ത രാജാക്കന്മാരുടെ പേരാണ്. ഒന്നാമത്തേത് അജാതശത്രു അല്ലെ. ഇത് സ്ഥിരം കുറേ വട്ടം കേട്ടവരെ പിന്നെ പ്രാകുന്നുണ്ടാവും. എന്നാലും രണ്ടാമത്തേത് പ്രിസൈഡ് ചെയ്ത രാജാവിന്റെ പേര് കാലശോകൻ. മൂന്നാമത്തേത് മുഴുവൻ അശോകൻ എന്ന് നമ്മൾ പറയാ, ശരിക്കും അശോക ചക്രവർത്തി. നാലാമത്തേതാണ് ആരെന്ന് പറയുന്നത്, കനിഷ്കൻ എന്ന് പറയുന്നത്. അപ്പൊ അശോക ചക്രവർത്തിക്ക് ശേഷം ബുദ്ധമതം സ്പ്രെഡ് ചെയ്യാനായിട്ട് ഒരുപാട് എഫേർട്ടുകളുടെ ഒരു മനുഷ്യനായ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ പറയുന്ന കനിഷ്കനെ രണ്ടാം അശോകൻ എന്നൊക്കെ എന്ത് ചെയ്യുന്നത്, നമ്മൾ വിളിക്കുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നുണ്ടാവും. 78 സിയിൽ മൂപ്പര് എന്ത് തുടങ്ങി? 78 സിയിൽ മൂപ്പര് നമ്മുടെ ഇന്നും ഇന്ത്യയുടെ ഒഫീഷ്യൽ കലണ്ടർ ആയിട്ടുള്ള ശകൈറ സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന കനിഷ്കൻ എന്ന് പറയുന്നത്. സി എന്ന് വെച്ച് കഴിഞ്ഞാൽ AD തന്നെയാണ് കേട്ടോ. ഇപ്പൊ AD അങ്ങനെ യൂസ് ചെയ്യാറില്ല, സി ആണ് എന്ത് ചെയ്യുന്നത്, ഹിസ്റ്റോറിയൻസ് ഒക്കെ ടെക്നിക്കലി യൂസ് ചെയ്യുന്നത്. അപ്പൊ 78 സിയിൽ അല്ലെങ്കിൽ 78 AD-യിൽ കുഷാന ഭരണാധികാരിയായിരുന്ന കനിഷ്കനാണ് എന്ത് ചെയ്യുന്നത്, ശകൈറ തുടങ്ങുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, ഞാൻ പെട്ടെന്നൊന്ന് ഓടിക്കാം. നമ്മളോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, കനിഷ്കൻ എത്രാമത്തെ കുഷാന ഭരണാധികാരിയാണെന്നായിരുന്നു. ഒന്നാമത്തേത് കുജുല കഡാഫിസ്, രണ്ടാമത്തേത് വിമ കഡാഫിസ്, മൂന്നാമനായിട്ടാണ് കനിഷ്കൻ വരുന്നത്. കനിഷ്കൻ രണ്ടാം അശോകൻ എന്ന് അറിയപ്പെടുന്നു. 4-ാമത്തെ ബുദ്ധമത സമ്മേളനം നടത്തിയിട്ടുണ്ട്. 78 സിയിൽ ശകൈറ എന്ന് പറയുന്ന കലണ്ടർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ 4 ബുദ്ധമത സമ്മേളനം നടത്തിയ ആളുകളുടെ പേരാ പറഞ്ഞത്. അതിൽ ഒന്നാമത്തെ നടത്തിയ ആളുടെ പേര് അജാതശത്രു, രണ്ടാമത്തേത് കാലശോകൻ, മൂന്നാമത്തേത് മുഴുവൻ അശോകൻ, നാലാമത്തേത് കനിഷ്കൻ. അതെങ്ങനെ ഓർക്കാനാണ് ഞാൻ പറയാറ്, AK എന്ന് ഓർക്കാനാണ് എന്ത് ചെയ്യാറുള്ളത്, ഞാൻ പറയാറുള്ളത്. അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അടുത്തിലോട്ട് പോട്ടെ. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. വാസുദേവ വൺ ഹു ഇഷ്യൂഡ് കോയിൻസ് ഇൻ ഗോൾഡ്, ദിനാസ് ആൻഡ് ക്വാർട്ടർ ദിനാസ് ആൻഡ് കോപ്പർ സിംഗിൾ ഡിനോമിനേഷൻ വാസ് എ ഡാഷ് കിങ്. വീണ്ടും വാസുദേവ വൺ ഏത് ഭരണാധികാരിയാണ് ചോദിച്ചിരിക്കുന്നത്. വാസുദേവ വൺ ഏത് ഭരണാധികാരിയാണ്, കുഷാന ഭരണാധികാരിയാണ് ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന വാസുദേവ വൺ എന്നും എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അടുത്തത്, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് മധുര സ്കൂൾ ഓഫ് ആർട്ട് during which of the following periods were a number of sculptures of Brahmanical deities such as Kartikeya, Vishnu and Kubera carved. മക്കളെ ഇത് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യം തന്നെയാണ്, പക്ഷെ ഇതൊന്ന് ചെറുതായിട്ട് ഒന്ന് ട്വീക്ക് ചെയ്ത് ചോദിച്ചിരിക്കുകയാണ്. എപ്പോഴും ചോദിക്കാറുള്ളത് ഈ പറയുന്ന പോലെ മധുര സ്കൂൾ ഓഫ് ആർട്ട്, അല്ലെങ്കിൽ ഇതിന് മറ്റൊരു പേരുണ്ട് ഗാന്ധാര ആർട്ട് എന്ന് പറയാറുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെറിയ അത്ര പെർഫെക്ഷൻ ഒന്നും ഇല്ലാതെ കൊത്തുപണികളൊക്കെ നടത്തിയിരുന്ന കാലത്തിൽ നിന്ന് മാറി ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ കൊത്തുപണികൾ നടത്തുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ നാട്ടിലെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് ഹെലനിസ്റ്റിക് ആർട്ട്, ആ ഗ്രീക്കിന്റെ ഒരു മിക്സ് വരുമ്പോഴാണ് ഹെലനിസ്റ്റിക് ആർട്ട്. അത് ഇന്ത്യയിലേക്ക് ഫ്യൂസ് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെയും ഭയങ്കര ഫിനിഷിങ്ങൾ നിങ്ങൾക്ക് നോക്കിയത് ഫൈന ചുളിവുകളും കാര്യങ്ങളും, അതുപോലെ ഈ മനുഷ്യൻ്റെ ഇതിൽ താടിയും അതുപോലെ തന്നെ മസിൽസിലേക്ക് ആ റിപ്പുകളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആ രീതിയിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന രീതിയിൽ വരുന്ന ഒരു രീതിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മധുര സ്കൂൾ ഓഫ് ആർട്ട് അല്ലെങ്കിൽ ഗാന്ധാര ആർട്ട് എന്ന് നമ്മൾ പറയുന്നത്. ഈ ബുദ്ധനെയൊക്കെയാണ് ഗാന്ധാര ബുദ്ധ എന്ന് ഇന്ത്യ നമ്മൾ പറയുക. ഇത് ആരുടെ കാലഘട്ടത്തിലാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഇന്ത്യ ഇരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. ഈ ഗാന്ധാര ആർട്ട് ഏറ്റവും കൂടുതൽ സെറ്റ് ആവുന്നത് ആരുടെ കാലഘട്ടത്തിലാണ്, ഈ പറയുന്ന കുഷാന ഡൈനാസിയുടെ കാലഘട്ടത്തിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഏറ്റവും അതിൻ്റെ പീക്കിലേക്ക് എത്തുന്നത്, ഇതിൻ്റെ ഏറ്റവും ഒരു ഉന്നതിയിലേക്ക് എത്തുന്നത് ഏത് കാലഘട്ടത്തിലാണ്, ഈ കാലഘട്ടത്തിലാണ് ഓർത്തിരിക്കുക. ഇത് മധുര സ്കൂൾ ഓഫ് ആർട്ട് എന്ന് പറയാറുണ്ട്, ഗാന്ധാര ആർട്ട് എന്ന് പറയാറുണ്ട്, ഹെലനിസ്റ്റിക് ആർട്ട് എന്നും ഇന്ത്യ പറയാറുണ്ട്. ഇന്ത്യയുടെയും സെൻട്രൽ ഏഷ്യൻ ആർട്ടിൻ്റെയും ഒരു സങ്കലനമായിരുന്നു ഏതെന്ന് പറയുന്നത്, ഈ പറയുന്ന പരിപാടി എന്ന് പറയുന്നത്. ഈ ബുദ്ധൻ്റെ ഈ ഒരു മെഡിറ്റേറ്റിംഗ് സ്റ്റേറ്റിലുള്ള സ്റ്റാച്യു ഒക്കെ എന്താണ്, വളരെ വളരെ ആ കാലഘട്ടത്തിൽ എന്താണ് ഫേമസ് ആയിട്ടുള്ളതാണെന്നും ഓർത്ത് വെക്കുക. അത് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. മധുര സ്കൂൾ ഓഫ് ആർട്ട്, ഗാന്ധാര ആർട്ട്, ഹെലനിസ്റ്റിക് സ്കൂൾ ഓഫ് ആർട്ട്, ഇതൊക്കെ ആരുടെ കാലഘട്ടത്തിലാണ് ഏറ്റവും പിക്കിലെത്തി. ചിലപ്പോൾ രാജാവിൻ്റെ പേര് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയേണ്ടത് ആരുടെ പേരാണ്, കനിഷ്കൻ്റെ പേരാണ് പറയേണ്ടത്. അങ്ങനെ കാണാറില്ല. ഏറ്റവും കൂടുതൽ എപ്പോഴും ഈ പറയുന്ന പോലെ കുഷാന ഡൈനാസ്റ്റി തന്നെയാണ് ചോദിക്കാറുള്ളത്. ബട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആര് പറയണം, രാജാവിൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ കനിഷ്കനാണെന്നും പറയണം. എന്നാ പിടിച്ചോ അടുത്തത്. ഡ്യൂറിങ് വിച്ച് ഓഫ് ദ ഫോളോയിങ് റൂൾസ് ഡിഡ് ബുദ്ധിസം ഗെറ്റ് സ്പ്ലിറ്റ് ഇൻ ടു 2 സ്കൂൾസ്, ഹീനയാന ആൻഡ് മഹായാന ഇൻ ദ 4th ബുദ്ധിസ്റ്റ് കൗൺസിൽ. ഞാനിപ്പോൾ തൊട്ട് മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബുദ്ധമത സമ്മേളനം 4 ബുദ്ധമത സമ്മേളനം നടന്നെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അതിൽ 4-ാമത്തേത് പ്രിസൈഡ് ചെയ്ത വ്യക്തിയാണ് നമ്മുടെ കനിഷ്കൻ എന്നും എന്ത് ചെയ്യുകയുണ്ടായി, നമ്മൾ പറയുകയുണ്ടായി. അതിലെ 4-ാം ബുദ്ധമത സമ്മേളനത്തിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ബുദ്ധമതം 2ആയി തല്ലിപ്പിരിഞ്ഞു. 1 ഹീനയാന, 2 മഹായാന, ഇതിങ്ങനെ 2ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബുദ്ധമതം സ്പ്ലിറ്റ് ആവുന്നുണ്ട്. അപ്പൊ ഇത് ആരുടെ ഭരണകാലത്താണ് നടക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. കനിഷ്കന്റെ കാലത്താണെങ്കിൽ നമുക്ക് സിംപ്ലി പറഞ്ഞുകൂടെ,
കുഷാന ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിലായിരിക്കണം. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, 4ാമത്തെ ബുദ്ധമത സമ്മേളനം പ്രിസൈഡ് ചെയ്തത് കനിഷ്കനാണെന്നുണ്ടെങ്കിൽ ആരുടെ കാലഘട്ടത്തിലായിരിക്കണം ഈ പറയുന്ന 4ാം ബുദ്ധമത സമ്മേളനത്തിൽ സംഭവിച്ച ഒരു കാര്യം നടന്നിട്ടുണ്ടാവേണ്ടത്? അത് ഓഫ് കോഴ്സ് കനിഷ്കന്റെ കാലഘട്ടത്തിലായിരിക്കണം അല്ലേ? ചില ഫാക്റ്റുകൾ നമ്മൾ അറിയാതെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ച് ചിലത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ലേ? അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഹീനയാന എന്നും മഹായാന എന്നും രണ്ടായിട്ട് ബുദ്ധമതം സ്പ്ലിറ്റ് ആവുന്നത് കനിഷ്കന്റെ സമ്മേളനത്തിലാണ്, അല്ലെങ്കിൽ കുഷാന ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിലാണ്. എന്നാ പിടിച്ചോ അടുത്തത്. ഇനി ചോദ്യം വന്നിരിക്കുന്നത് വകടകാസ് ആണ്. എഗെയിൻ ഈ പറയുന്ന പോലെ വകടകാസ് എന്ന് പറയുന്നത് അങ്ങനെ എന്ത് ചെയ്തിട്ടില്ല, ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഏരിയ, ഒരുപാട് ചോദ്യങ്ങൾ വരാറുള്ള ഒരു ഏരിയയില്ല. പക്ഷെ ആ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. അപ്പോൾ വകടകാസിൽ നിന്നുള്ള ആദ്യത്തെ ചോദ്യം, രുദ്രസേന 2 ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡൈനാസ്റ്റീസ് മാരീഡ് പ്രഭാവതി ഗുപ്ത ദ ഡോട്ടർ ഓഫ് ചന്ദ്രഗുപ്ത 2 ഓഫ് ദ ഗുപ്ത ഡൈനാസ്റ്റി. നമ്മൾ മുമ്പ് മെഗസ്തനീസിൻ്റെ ഒക്കെ സ്ഥലത്ത് പറയുമ്പോൾ സെല്യൂക്കസ് നിക്കേറ്ററിൻ്റെ ഒക്കെ കഥ പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഈ കല്യാണം കഴിക്കുക എന്നൊക്കെ പറയുന്നത് എന്തായിരുന്നു, അന്ന് ഈ പറയുന്നത് പോലെ അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അവരുടെ ബന്ധങ്ങൾ പുതുക്കാനും അതുപോലെ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് കീപ്പ് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. അതേപോലെ വകടക ഡൈനാസ്റ്റിയിലെ ഒരു രാജാവായിരുന്ന രുദ്രസേന രണ്ടാമൻ എന്ത് ചെയ്യുന്നുണ്ട്, ചന്ദ്രഗുപ്ത രണ്ടാമൻ എന്ന് പറയുമ്പോൾ ആരാണ്, വിക്രമാദിത്യൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ് അല്ലെ. വിക്രമാദിത്യന്റെ മകളായിരുന്ന പ്രഭാവതി ഗുപ്തയെ എന്ത് ചെയ്യുന്നുണ്ട്, കല്യാണം കഴിക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രഭാവതി ഗുപ്തയെ രുദ്രസേന 2 കല്യാണം കഴിക്കുന്നുണ്ട്. അത് ഈ രുദ്രസേന രണ്ടാമൻ ഏത് ഡൈനാസ്റ്റിയിലാണ്? ഞാൻ ഇപ്പൊ ഇത്രയും മനസ്സിലേക്ക് ഇനി ആ ചോദ്യമായിട്ട് പറഞ്ഞതിൽ വലിയ അർത്ഥമില്ല. രുദ്രസേന രണ്ടാമൻ ഏത് ഡൈനാസ്റ്റിയിലാണ്? ഓഫ് കോഴ്സ് നമ്മൾ സംസാരിക്കുന്ന വകടക ഡൈനാസ്റ്റിയിലാണ്. സോ വകടക ഡൈനാസ്റ്റിയിലെ രാജാവായിരുന്നു ആരെന്ന് പറയുന്നത്, രുദ്രസേന രണ്ടാമൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, രുദ്രസേന രണ്ടാമൻ എന്ന് പറയുന്ന രാജാവ് ചന്ദ്രഗുപ്ത രണ്ടാമന്റെ മകളായിരുന്ന പ്രഭാവതി ഗുപ്തയെ എന്ത് ചെയ്യുന്നുണ്ട്, കല്യാണം കഴിക്കുന്നുണ്ട് എന്ന് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓർത്തു വെക്കുക. സെറ്റല്ലേ? എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. ഇൻ പെനിൻസുലാർ ഇന്ത്യ വിച്ച് ഓഫ് ദ ഫോളോയിങ് കിങ്ഡംസ് വാസ് ദ ലോക്കൽ പവർ ദാറ്റ് റൂൾഡ് ഓവർ ദ നോർത്തേൺ മഹാരാഷ്ട്ര ആൻഡ് വിദർഭ? ചോദ്യത്തിൽ തന്നെ വളരെ എവിഡന്റ് ആണ്. നോർത്തേൺ മഹാരാഷ്ട്രയും വിദർഭ ഭാഗമൊക്കെ ഭരിച്ചിരുന്ന രാജവംശമാണ് ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന വകടകാസ് എന്ന് പറയുന്നത്. വകടകാസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന മഹാരാഷ്ട്ര, ഇന്നത്തെ മഹാരാഷ്ട്രയുടെ ഭാഗങ്ങളും അതുപോലെ വിദർഭ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്തിരുന്നത്, ഭരിച്ചിരുന്നത്. ഏകദേശം 4ാം നൂറ്റാണ്ടിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് സംഭവിക്കുന്നത്. ഗുപ്താസിന്റെ പാരലായിട്ടാണ് കേട്ടോ ഇന്ത്യയിൽ നിന്ന് ഇവർ ഭരിക്കുന്നത്. ആ സമയത്ത് തന്നെ ആരും ഭരിക്കുന്നുണ്ട്, ഗുപ്താസും ഭരിക്കുന്നുണ്ട്. അത് തൊട്ടുമുമ്പത്തെ ചോദ്യത്തിൽ നിന്ന് എന്താണ്, വളരെ എവിഡന്റ് ആണല്ലോ. അടുത്തത്, വിന്ധ്യശക്തി വാസ് ദ ഫൗണ്ടർ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡൈനാസ്റ്റീസ്? വിന്ധ്യശക്തി എന്ന് പറയുന്നത് ഏത് ഡൈനാസ്റ്റിയുടെ സ്ഥാപകനാണ് ചോദിച്ചിരിക്കുന്നത്. വകടക ഡൈനാസ്റ്റിയുടെ സ്ഥാപകനാണ് ആരെന്ന് പറയുന്നത്, വിന്ധ്യശക്തി എന്ന് പറയുന്നത്. ഈ ഭാഗത്ത് നിന്ന് സാധാരണ കാണാറുള്ള ഒരു ചോദ്യമാണത്. വകടക ഡൈനാസ്റ്റിയുടെ സ്ഥാപകനാണ് ആരെന്ന് പറയുന്നത്, വിന്ധ്യശക്തി എന്ന് എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ ശതവാഹനാസിലെ ശതവാഹനാസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഏറെക്കുറെ അവർ ഭരിച്ച പല ഭാഗങ്ങളും ഭരിച്ച ആളാണ് ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന വകടകാസ് എന്ന് പറയുന്നത് കേട്ടോ. ഗുപ്തന്മാരുടെ കോണ്ടംപററി ആയിരുന്നു, അത് നമ്മളിപ്പോൾ പറഞ്ഞു. ഗുപ്തന്മാരുടെ അതേ കാലഘട്ടത്തിൽ തന്നെ ഭരിച്ചിരുന്ന ആളുകളാണ് ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന വകടകാസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഫൗണ്ടറുടെ പേര് നമ്മൾ വിന്ധ്യശക്തി എന്ന് പറഞ്ഞില്ല. ഒരു പോയിന്റ് കൂടെ ഓർത്തു വെച്ചോളൂ. ഈ വിന്ധ്യശക്തി അല്ലെങ്കിൽ ഈ വകടകാസ് എന്ന് പറയുന്ന ആളുകൾ വിന്ധ്യകാസ് എന്നുകൂടെ എന്ത് ചെയ്യാറുണ്ട്, അറിയപ്പെടാറുണ്ട്. പുരാണങ്ങളിൽ വിന്ധ്യകാസ് എന്നറിയപ്പെട്ട ഡൈനാസ്റ്റി ഏതാണെന്നൊക്കെ അവിടെ ഇവിടെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അപൂർവമായിട്ട് ചോദ്യം കണ്ടിട്ടുണ്ട്. ഞാനത് എന്തിനാ വിന്ധ്യശക്തിയുമായിട്ട് കണക്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പേരിലെ സിമിലാരിറ്റി വെച്ച് ഓർത്ത് വെക്കാൻ പറ്റും അല്ലേ. വിന്ധ്യശക്തിയാണ് ഫൗണ്ടർ. അതുപോലെ തന്നെ അവർ എങ്ങനെയും അറിയപ്പെട്ടിരുന്നു, വിന്ധ്യകാസ് എന്നും അറിയപ്പെട്ടിരുന്നു എന്ന് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഓർത്ത് വെക്കാനായിട്ട് പറ്റും. അടുത്തതിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം, the dash were tributary chiefs of the Gupta dynasty. They established an independent kingdom in western India. Dhruvasena too was the most important ruler of this kingdom. ഒരു കംപ്ലീറ്റ്ലി പുതിയൊരു ചോദ്യമാണ്. ഗുപ്തന്മാരുടെ ട്രിബ്യൂട്ടറി ചീഫ്സ് ആയിരുന്നു ഇവർ. വെസ്റ്റേൺ ഇന്ത്യയിൽ ഒരു സ്വന്തമായ ഒരു കിങ്ഡം സ്ഥാപിക്കുന്നുണ്ട്, സ്വതന്ത്രമായ ഒരു രാജവംശം സ്ഥാപിക്കുന്നുണ്ട്. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരിയാണ് ധ്രുവസേന രണ്ടാമൻ. 2-3 സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുകയാണ്, നമുക്ക് തിരിച്ചറിയാനായിട്ട്. ഏതെങ്കിലും ഒരെണ്ണം അറിഞ്ഞാൽ മാത്രം തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവരെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഗുപ്ത ഡൈനാസ്റ്റിയുടെ ട്രിബ്യൂട്ടറി ചീഫ് ആയിരുന്ന വെസ്റ്റേൺ ഇന്ത്യയിൽ സ്വതന്ത്രമായ കിങ്ഡം സ്ഥാപിച്ച ധ്രുവസേന രണ്ടാമൻ പ്രധാനപ്പെട്ട രാജാവായിരുന്ന ഭരണാധികാരികളാണ് അല്ലെങ്കിൽ ഭരണവംശമാണ് എന്ന് പറയുന്നത് മൈത്രകാസ് എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, പക്ഷെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. കാരണം ഇപ്പോൾ അവസാനം നടന്ന NTPCയിലും അവിടെ ഇവിടെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവരെ പറ്റി ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഗുപ്ത ഡൈനാസ്റ്റിയുടെ ട്രിബ്യൂട്ടറി ചീഫ് ആയിരുന്ന വെസ്റ്റേൺ ഇന്ത്യയിൽ അധികാരം ഉണ്ടായിരുന്ന ധ്രുവസേന രണ്ടാമൻ പ്രധാനപ്പെട്ട ഭരണാധികാരിയായിരുന്ന ആരാളായിരുന്നു ആരെന്ന് പറയുന്നത്,
ഈ പറയുന്ന മൈത്രകാസ് എന്ന് പറയുന്നത്. അതായത് ഗുപ്തന്മാരുടെ ഈ വലിയ എംപയർ എന്ത് ചെയ്യുന്നുണ്ട്, ചിന്നിച്ചിതറി പല പല ആളുകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. ആ പോകുന്നതിൽ ഒരു ഭാഗം ഭരിച്ച ആളുകളാണ് ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന മൈത്രകാസ് എന്ന് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഓർത്തു വയ്ക്കുക. ഇവർ അറിയപ്പെട്ടിരുന്നത് മൈത്രകാസ് ഓഫ് വല്ലഭി എന്നൊക്കെയാണ് എന്ത് ചെയ്തിരുന്നത്, ഇവർ ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത്. അത് കിട്ടിയില്ലേ? അടുത്തത്, വല്ലഭി, എ സിറ്റി ഓഫ് ആൻഷ്യന്റ് ഇന്ത്യ, വാസ് ദ ക്യാപിറ്റൽ ഓഫ് ദ ഡാഷ് ഡൈനാസ്റ്റി ഫ്രം ദ 5th to 8th century CE. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. വല്ലഭി എന്ന് പറയുന്ന ആൻഷ്യന്റ് ഇന്ത്യയിലെ ഒരു ക്യാപിറ്റൽ 5ാം നൂറ്റാണ്ട് മുതൽ 8ാം നൂറ്റാണ്ട് വരെ ഏത് ഡൈനാസ്റ്റിയാണ് അവിടെ ഭരിച്ചതെന്നുള്ളതാണ്. ഞാനിപ്പോൾ പറഞ്ഞതാണ്. മൈത്രകാസ് ഓഫ് വല്ലഭി എന്നാണ് എന്ത് ചെയ്തിരുന്നത്, അവർ അറിയപ്പെട്ടിരുന്നത്. 5ാം നൂറ്റാണ്ട് മുതൽ 8ാം നൂറ്റാണ്ട് വരെ ഭരിച്ച ആളുകളാണ് ആരെന്ന് പറയുന്നത്, മൈത്രകാസ് എന്ന് പറയുന്നത്. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. ആഫ്റ്റർ ദ ഫോൾ ഓഫ് ഗുപ്താസ് ഡിഫറെന്റ് കിങ്ഡംസ് എമർജ്ഡ് ഇൻ വേരിയസ് പാർട്സ് ഓഫ് ഇന്ത്യ. ഗുപ്തന്മാർ വീണപ്പോൾ ഒരുപാട് കിങ്ഡംസ് ഒന്നും ഞാൻ പറഞ്ഞില്ല, ആ മൊത്തം ഏരിയ എന്തായി പോയി, സ്പ്ലിറ്റ് ആയി പോയി. എമംഗ് ദം ദ മൗക്കാരീസ് എമർജ്ഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഏരിയാസ്. ഏത് ഭാഗത്താണ് മൗക്കാരീസ് വന്നതെന്നാണ് പറഞ്ഞത്. മൈത്രകാസ് വന്നത് വല്ലഭി ഭാഗത്തൊക്കെയാണെങ്കിൽ ഈ മൗക്കാരീസ് എന്ന് പറഞ്ഞ ആളുകൾ വന്ന് കനൗജിലാണ്. മക്കളെ എഗെയിൻ ഒരു പുതിയ ചോദ്യമാണ്, കണ്ടിട്ടില്ല, അങ്ങനെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. പോസ്റ്റ് ഗുപ്ത എംപയറിൽ അല്ലെങ്കിൽ ഗുപ്ത ഡൈനാസ്റ്റി സ്പ്ലിറ്റ് ആയി പോയതിൽ വന്നിട്ടുള്ള ഒരു അടുത്തൊരു ടീമാണ് മൗക്കാരീസ് ഓഫ് കനൗജ് എന്നുകൂടെ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അടുത്തതിലോട്ട് പോട്ടെ. അടുത്തത് സ്ഥിരം ചോദ്യം തന്നെയാണ്. പുലികേശൻ ടു അസ്യൂംഡ് ദ ടൈറ്റിൽ ഓഫ് ദക്ഷിണവാദേശ്വര, ലോർഡ് ഓഫ് ദ സൗത്ത്, ആഫ്റ്റർ ഡിഫീറ്റിംഗ് വിച്ച് ഓഫ് ദ ഫോളോയിങ് റൂളേഴ്സ് ഓഫ് നോർത്ത് ഇന്ത്യ. നോർത്ത് ഇന്ത്യയിലെ ആരെ കീഴടക്കിയതിന് ശേഷമാണ് പുലികേശൻ രണ്ടാമൻ എന്ന് പറയുന്ന ഭരണാധികാരി ദക്ഷിണപാദേശ്വര, ലോർഡ് ഓഫ് ദ സൗത്ത് എന്ന് പറയുന്ന പേരെടുത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പുലികേശൻ രണ്ടാമൻ ആക്ച്വലി ചാലൂക്യ ഭരണാധികാരിയാണ്, ചാലൂക്യ റൂളറാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഡയറക്റ്റായിട്ട് ചോദിക്കും ഏത് ഡൈനാസ്റ്റിയിലെ ഭരണാധികാരിയാണ് പുലികേശൻ രണ്ടാമൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചാലൂക്യ ഡൈനാസ്റ്റിയിലെ ആളാണ് ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന പുലികേശൻ രണ്ടാമൻ എന്ന് പറയുന്നത്. അദ്ദേഹം ആരെ കീഴടക്കിയപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം വർധന ഡൈനാസ്റ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരിയായ ഹർഷവർദ്ധനെ കീഴടക്കുന്നുണ്ട്. ഹർഷവർദ്ധനൻ വളരെ മൈറ്റി ആയിട്ടുള്ള ഒരു എംപറർ ആയിരുന്നു. ഈ ഹർഷവർദ്ധനന് ഒരേ ഒരു തോൽവി എന്ത് ചെയ്തിട്ടുള്ളൂ, തന്റെ ജീവിതത്തിൽ ഫേസ് ചെയ്തിട്ടുള്ളൂ. ആ ഫേസ് ചെയ്തിട്ടുള്ളത് ആരിൽ നിന്നാണ്, ഈ പറയുന്ന പുലികേശൻ രണ്ടാമനിൽ നിന്നാണ്. അങ്ങനെ തന്നെ പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. വിച്ച് വാസ് ദ ഓൺലി ഫെയിലിയർ ഹർഷവർദ്ധന ഫേസ്ഡ് ഡ്യൂറിങ് ഹിസ് റെയിൻ എന്ന് ചോദിക്കാറുണ്ട്. ഹർഷവർദ്ധനൻ ഇന്ത്യയുടെ അവസാനത്തെ ഹിന്ദു എംപറർ എന്നറിയപ്പെടുന്ന വർധന ഡൈനാസ്റ്റിയിലെ വളരെ പ്രധാനപ്പെട്ട ഭരണാധികാരിയായിട്ടുള്ള ഹർഷവർദ്ധനൻ തൻ്റെ ജീവിതത്തിൽ ഫേസ് ചെയ്ത ഒരേ ഒരു തോൽവി ഏതാണ്, ചാലൂക്യൻ ഭരണാധികാരിയായിട്ടുള്ള പുലികേശൻ രണ്ടാമനിൽ നിന്നാണെന്ന് എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ചോദ്യം എന്ത് ചെയ്യാറുണ്ടാവാറുണ്ട്. അപ്പം ഒരു പോയിന്റോടെ നോട്ട് ചെയ്യണം. ഇനി ആ പുലികേശൻ രണ്ടാമൻ്റെ ടൈറ്റിലായിരുന്നു ഏതെന്ന് പറയുന്നത് ദക്ഷിണപാദേശ്വര, ലോർഡ് ഓഫ് ദ സൗത്ത് എന്ന് പറയുന്ന ഒരു ടൈറ്റിലും എന്ത് ചെയ്തിട്ടുണ്ട്, മൂപ്പര് എടുത്തിരുന്നു. അല്ലെങ്കിൽ അതങ്ങനെ ഒരു ടൈറ്റിലും അദ്ദേഹം ഹർഷവർദ്ധനെ തോൽപ്പിച്ചപ്പോൾ കിട്ടിയിരുന്നു എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. പിന്നെ ഞാൻ ചോദിക്കാറുള്ള, ഞാൻ പറഞ്ഞ പോലെ സ്ഥിരം ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ഹു വാസ് ദ ലാസ്റ്റ് ഹിന്ദു എംപറർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ അവസാനത്തെ ഹിന്ദു എംപറർ കൂടിയാണ് ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന ഹർഷവർദ്ധനൻ എന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഞാൻ പിടിച്ചു. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലേസ് വാസ് നോട്ട് റിട്ടൺ ബൈ ഹർഷവർദ്ധന. ഈ ഹർഷവർദ്ധനൻ ചക്രവർത്തി ആയിരുന്നെങ്കിലും അദ്ദേഹം എന്ത് ചെയ്യുന്നു, പണ്ഡിതനായിരുന്നു, നല്ലൊരു എഴുത്തുകാരനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് പുസ്തകം എഴുതുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഈ താഴെ തന്നിട്ടുള്ള 4 എണ്ണത്തിൽ ഏതാണ് ഹർഷവർദ്ധനൻ എഴുതാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നാഗനന്ദ ഹർഷവർദ്ധനൻ എഴുതിയതാണ്, രത്നാവലി ഹർഷവർദ്ധനൻ എഴുതിയാണ്, പ്രിയദർശിക ഹർഷവർദ്ധനൻ എഴുതിയാണ്. 3 എന്താണ്, പ്ലേകളാണ്, ഡ്രാമകളാണെന്നും എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഹർഷവർദ്ധനൻ എഴുതാത്തതാണ് ഇതെന്ന് പറയുന്നത് വിക്രമോർവശീയം എന്ന് പറയുന്നത്. വിക്രമോർവശീയം ആരെ എഴുതിയിട്ടുള്ളതാണ്, കാളിദാസനെ എഴുതിയിട്ടുള്ളതാണ്. കാളിദാസിന്റെ ബാക്കിയും ബുക്കുകളുണ്ട്, ചിലരൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. മേഘദൂത് ചോദിക്കാറുള്ള 1-2 പ്രധാനപ്പെട്ടത് മാത്രം ഞാൻ പറഞ്ഞുതരാം. മേഘദൂത് കാളിദാസിന്റെ ബുക്കാണ്. അഭിജ്ഞാന ശാകുന്തളം ആരെഴുതിയിട്ടുള്ളതാണ്, കാളിദാസിന്റെ പുസ്തകമാണ്. അഭിജ്ഞാന ശാകുന്തളം കാളിദാസിന്റെ പുസ്തകമാണ്. പിന്നെ ഏതാ ഉള്ളത്, മാളവികാഗ്നിമിത്രം പറയാനാണെങ്കിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഞാൻ പെട്ടെന്ന് മനസ്സിൽ വരുന്ന കുറച്ചെണ്ണം പറയുന്നുള്ളതേ ഉള്ളൂ. മാളവികാഗ്നിമിത്രം കാളിദാസന്റെയാണ്. വിക്രമോർവശീയം അദ്ദേഹത്തിന്റെയാണ്. കുമാരസംഭവം ആരുടെയാണ്, കാളിദാസന്റെയാണ്. കുമാരസംഭവം. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഈ പറഞ്ഞ 4-5 ബുക്കുകൾ എന്ത് ചെയ്യുക, കാളിദാസന്റെ ആയിട്ട് ഓർത്തു വെക്കുക. ഏതൊക്കെയാ പറഞ്ഞത്, വിക്രമോർവശീയം 1, മേഘദൂത് 2, അഭിജ്ഞാന ശാകുന്തളം 3, മാളവികാഗ്നിമിത്രം 4, കുമാരസംഭവം 5. ഇതെല്ലാം ആരുടെ പുസ്തകങ്ങളാണ്, കാളിദാസന്റെ പുസ്തകങ്ങളാണെന്ന് ഓർത്തു വയ്ക്കുക. നാഗനന്ദ, രത്നാവലി, പ്രിയദർശിക തുടങ്ങിയവ ഹർഷവർദ്ധനൻ എഴുതിയിട്ടുള്ള നാടകങ്ങളാണ്, ഡ്രാമകളാണെന്നും എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ഇനി ഒരു പെട്ടി, തമിഴ്നാട് SCRT ടെക്സ്റ്റ് ബുക്കിൽ ഒരു പെട്ടിയാണ്. ഈ ഹർഷവർദ്ധനന്റെ കൊട്ടാരത്തിലെ ചരിത്രകാരനായിരുന്നു, അല്ലെങ്കിൽ കവിയായിരുന്നു ആരെന്ന് പറയുന്നത്, ബാണഭട്ട എന്ന് പറയുന്നത്. ഹർഷവർദ്ധനന്റെ കൊട്ടാരത്തിലെ കവിയായിരുന്നു ആരെന്ന് പറയുന്നത്, ബാണഭട്ട എന്ന് പറയുന്നത്. ഈ ബാണഭട്ടൻ എഴുതിയ ഒരു പുസ്തകമാണ് ഹർഷചരിത എന്ന് പറയുന്നത്. എന്താണ് ഈ ഹർഷചരിതയുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു രാജാവിന്റെ ബയോഗ്രഫി ഒഫീഷ്യലി എന്ത് ചെയ്യുകയാണ്, എഴുതപ്പെടുകയാണ്. ബാണാസ് ഹർഷചരിത വാസ് ദ ഫസ്റ്റ് ഫോമൽ ബയോഗ്രഫി ഓഫ് എ കിങ്. ഒരു രാജാവിന്റെ ബയോഗ്രഫി ആദ്യമായി ഒഫീഷ്യലി എഴുതിയ പുസ്തകമാണ് ഇതെന്ന് പറയുന്നത്, ഹർഷചരിത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എത്ര പരീക്ഷകളിൽ ചോദിച്ചിരുന്നതിന് കയ്യും കണക്കൂല. ആരാണ് ഹർഷചരിതം എഴുതിയത് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. കഴിഞ്ഞ സീസണിലേക്ക് എന്നിട്ട് ഒരു ചേഞ്ച് വേണ്ടതെന്ന് വെച്ചിട്ട് അവർ ഈ ഹർഷചരിത ആരെഴുതിയതാണ്, ബാണഭട്ടിയാണ് എഴുതിയതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് അവർ ബാണഭട്ടയുടെ മറ്റൊരു പുസ്തകമായിട്ടുള്ള കാദംബരിയാണ് ചോദിച്ചത്. ആരാണ് കാദംബരി എഴുതിയത്? ഒരു പുസ്തകം കൂടിയുണ്ട് ഈ പറയുന്ന ബാണഭട്ടിയുടെ പ്രധാനപ്പെട്ടത്, പാർവതി പരിണയം എന്ന് പറയുന്ന ഒരു പുസ്തകവും ആരെഴുതിയിട്ടുള്ളതാണ്, ഈ പറയുന്ന ബാണഭട്ട എഴുതിയിട്ടുള്ളതാണെന്ന് എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. അപ്പൊ നമ്മളിവിടെ 3 പേരുടെ പുസ്തകങ്ങളാണ് സംസാരിച്ചത്. ഒന്നുകൂടെ ഞാൻ റിവൈസ് ചെയ്ത് തരാം. വിക്രമോർവശീയം, മേഘദൂത്, അഭിജ്ഞാന ശാകുന്തളം, മാളവികാഗ്നിമിത്രം, കുമാരസംഭവം എല്ലാം ആരെഴുതിയിട്ടുള്ളതാണ്, കാളിദാസന് എഴുതിയിട്ടുള്ളതാണ്. നാഗാനന്ദ, രത്നാവലി, പ്രിയദർശിക ആരെഴുതിയിട്ടുള്ളതാണ്, ഹർഷവർദ്ധൻ എഴുതിയിട്ടുള്ള നാടകങ്ങളാണ്. അതേസമയം ബാണഭട്ടന്റെ പുസ്തകങ്ങളാണ് ഹർഷചരിത, ഇന്ത്യയിലെ ആദ്യത്തെ ഒരു രാജാവിന്റെ ബയോഗ്രഫിയാണ്. കാദംബരി, പാർവതി പരിണയവുമാരുടേതാണ്. ബാണഭട്ടന്റേതാണെന്നും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അല്ലേ, സംശയമൊന്നുമില്ലല്ലോ. അടുത്തിലൂടെ പോട്ടെ. ഇനി നമുക്ക് നോക്കാനുള്ളത് സംഘകാലത്തെ പറ്റിയാണ്. സംഘകാലം എന്നൊക്കെ പറയുമ്പോൾ ഒരു മെഡീവൽ പീരീഡിനൊക്കെ നമ്മൾ പതുക്കെ അടുത്ത് തുടങ്ങി കേട്ടോ. അപ്പൊ ഈ സംഘകാലത്ത് നിന്ന് ചോദ്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, സംഘകാലത്ത് നിന്ന് എന്ത് ചെയ്യാറുണ്ട്, ചോദ്യങ്ങൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതിലെ കുറച്ച് ചോദ്യങ്ങൾ എന്ത് ചെയ്യാൻ നമുക്ക് സംസാരിക്കാം. ഡാഷ് ഓതേർഡ് ബൈ തോൽക്കാപ്പിയാർ ഈസ് ദ ഏർലിയസ്റ്റ് തമിഴ് ലിറ്ററേച്ചർ. തമിഴ് സാഹിത്യത്തിലെ തമിഴ് അല്ലെങ്കിൽ തമിഴ് ഗ്രാമറിനെ പറ്റി സംസാരിക്കുന്ന പുസ്തകമാണ് ഏതെന്ന് പറയുന്നത്. അത് പറഞ്ഞ ആൻസർ ആയി അല്ലേ. ആ പുസ്തകം എഴുതിയിട്ടുള്ള ആരെന്ന് പറയുന്നത്, തോൽക്കാപ്പിയാർ എന്ന് പറയുന്നത്. ഏതാണ് ആ പുസ്തകം? വളരെ സിമ്പിൾ ആണ്. തോൽക്കാപ്പിയാർ എഴുതിയ പുസ്തകത്തിന്റെ പേരെന്താണ്? തോൽക്കാപ്യം എന്നാണ്. ഞാൻ പഠിപ്പിക്കും ഇങ്ങനെ തന്നെ പറയാറുള്ളതാ. ഇത്രയും സിമ്പിൾ ആയിട്ട് എന്തില്ല, പുസ്തകങ്ങളില്ല അല്ലെ. തോൽക്കാപ്യം എഴുതിയതാണ് ആരെന്ന് പറയുന്നത്, തോൽക്കാപ്പിയാർ എന്ന് പറയുന്നത്. പലപ്പോഴും ചോദിക്കാറുണ്ട് എന്തിനെ പറ്റിയാണ് ഈ പുസ്തകം സംസാരിക്കുന്നത്. തമിഴ് വ്യാകരണത്തെ പറ്റി സംസാരിക്കുന്ന പുസ്തകമാണ്, തമിഴ് ഗ്രാമറിനെ പറ്റി സംസാരിക്കുന്ന പുസ്തകമാണ് ഇതെന്ന് പറയുന്നത്. ഈ പറയുന്ന തോൽക്കാപ്പിയാർ എഴുതിയിട്ടുള്ള തോൽക്കാപ്യം ഓർത്തു വയ്ക്കുക. ആ സമയത്തെ സംഘകാലത്തിൽ 1-2 പ്രധാനപ്പെട്ട വർക്കുകളൂടെ നമുക്ക് നോക്കണം. ചോദിക്കാറുണ്ട്. തിരുക്കുറൾ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ. തിരുക്കുറൾ എഴുതിയിട്ടുള്ളത് ആരാണ്? തിരുവള്ളുവറാണ്. അതും തിരു എന്ന് ഓർത്തു വെക്കാൻ പറ്റും. തിരുക്കുറൾ എഴുതിയിട്ടുള്ളത് ആരാണ്? തിരുവള്ളുവറാണെന്ന് എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കാം. പിന്നെയാണ് സിലപ്പതികാരം കണ്ണകിയുടെ കഥ എല്ലാവർക്കും അറിയുന്നതാണ്. സിലപ്പതികാരം അല്ലെ, പകയുടെ വെഞ്ചൻസിന്റെ കഥയാണ്. സിലപ്പതികാരം എഴുതിയിട്ടുള്ളത് ആരാണ്? ഇളങ്കോ അടികളാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ പറയുന്ന സിലപ്പതികാരം എഴുതിയിട്ടുള്ളത്. അതും അറിയുന്നതാണ്. അടുത്തത് മണിമേഖലൈ. മക്കളെ എപ്പോഴും ചോദിക്കാറുള്ള കുറച്ച് പുസ്തകങ്ങൾ, സംഘകാല കൃതികൾ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. മണിമേഖല എഴുതിയിട്ടുള്ളത് ആരാണ്? സിട്ടലൈ സട്ടനാറാണ് എന്ത് ചെയ്തിരിക്കുന്നത്, മണിമേഖല എഴുതിയിട്ടുള്ളത് ആരാണ്? സിട്ടലൈ സട്ടനാറാണ് എന്ത് ചെയ്യുന്നത്, മണിമേഖല എഴുതിയിട്ടുള്ളത്. കഴിഞ്ഞു. ഒറ്റൊന്നുകൂടെ മധുരൈ കഞ്ചി. എന്താണ് മധുരൈ കഞ്ചി എന്ന് പറയുന്ന പുസ്തകം എഴുതിയതാരാണ്? മധുരൈ കഞ്ചി എഴുതിയതാരാണ്? മാങ്കുടി മരുത്തനാരാണ് എന്ത് ചെയ്യുന്നത്, മധുരൈ കഞ്ചി എഴുതുന്നത്. മാങ്കുടി മരുത്തനാരാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന മധുരൈ കഞ്ചി എഴുതുന്നു ഓർത്തു വയ്ക്കുക. അപ്പൊ നമ്മളൊരു 4-5 സംഘകാലത്തിലെ കൃതികളാണ് പഠിച്ചത്. ഒന്നാമത്തേത് തോൽക്കാപ്യം എഴുതിയത് തോൽക്കാപ്പിയാറാണ്. രണ്ടാമത്തേത് തിരുക്കുറൾ എഴുതിയത് തിരുവള്ളുവരാണ്. മൂന്നാമത്തേത് സിലപ്പതികാരം എഴുതിയത് ഇളങ്കോവടികളാണ്. നാലാമത്തേത് മണിമേഖലൈ സിട്ടലൈ സട്ടനാറാണ്. അഞ്ചാമത്തേത് മധുരൈ കഞ്ചി മാങ്കുടി മരുത്തനാറാണ്. ഇതിൽ തോൽക്കാപ്യം സംസാരിക്കുന്നത് തമിഴ് ഗ്രാമറിനെ പറ്റിയാണ്. എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. സെറ്റല്ലേ? എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. സിലപ്പതികാരം, ദ ജുവൽഡ് ആംഗ്ലറ്റ്, ദ ഏർലിയസ്റ്റ് എപ്പിക് പോയം ഇൻ തമിഴ് വാസ് റിട്ടൺ ഇൻ ദ 5th and 6th century CE ബൈ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. എഴുതിയ ആളുടെ പേരെന്താണ്? ഇളങ്കോ അടികൾ എന്നാണ്, നമുക്കറിയാം. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. ഇൻ ദ 10th century ഇന്ത്യ 10ാം നൂറ്റാണ്ടിൽ ക്യൂൻ ദിഡ ബിക്കെയിം ദ റൂളർ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് റീജിയൻസ് ഓഫ് നോർത്ത് ഇന്ത്യ. 10ാം നൂറ്റാണ്ടിൽ ക്യൂൻ ദിഡ നോർത്തേൺ ഇന്ത്യയിലെ ഏത് ഭാഗത്തിന്റെ ഭരണാധികാരിയാണ് ആയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആയിരിക്കുന്നത് ഏത് ഭാഗത്തിൻ്റെയാണ്? കശ്മീരിൻ്റെയാണ്. അങ്ങനെ കണ്ടിട്ടുള്ള ഒരു ചോദ്യമല്ല. ഈ ചോദ്യത്തെ പറ്റി ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് അതുമായി ബന്ധപ്പെട്ടൊരു ഫാക്ട് നമുക്ക് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അതായത് രാജതരംഗിണി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. കശ്മീരിലെ ഈ പറയുന്ന ഭരണത്തിന്റെയും ഭരണകർത്താക്കളുടെയും രാജവംശങ്ങളുടെയും എല്ലാം കഥ സംസാരിക്കുന്ന ഒരു പുസ്തകമാണ് ഇതെന്ന് പറയുന്നത്, രാജതരംഗിണി എന്ന് പറയുന്നത്. ആ പുസ്തകം എഴുതിയിട്ടുള്ള ആളാണ് ആരെന്ന് പറയുന്നത്? കൽഹാനൻ എന്ന് പറയുന്നത്. എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്. ഹു ഇസ് ദ ഓതർ ഓഫ് ദ ബുക്ക് രാജതരംഗിണി എന്ന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ആ പുസ്തകത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവരുടെ കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ പറയുന്ന പോലെ ക്യൂൻ ദിഡ കശ്മീരിലെ രാജ്ഞിയായിരുന്നു. ബട്ട് അതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു പലവട്ടം ചോദിച്ചിട്ടുള്ളത് രാജതരംഗിണി എന്ന് പറയുന്ന കശ്മീർ രാജവംശത്തെ പറ്റി സംസാരിക്കുന്ന പുസ്തകമാണ് കൽഹാന. അത് ഒരു വട്ടം ഇങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. താഴെ തന്നിട്ടുള്ള പുസ്തകങ്ങളിൽ ഏതാണ് കശ്മീർ രാജവംശങ്ങളെ പറ്റി സംസാരിക്കുന്നത് എന്നും എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പൊ അതും ഓർത്തു വെക്കുക.
ഈ പറയുന്നത് പോലെ രാജതരംഗിണിയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന കശ്മീർ രാജവംശങ്ങളെ പറ്റി സംസാരിക്കുന്നത്. സെറ്റല്ലേ? എന്നാ പിടിച്ചോ അടുത്തത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ആരെ പറ്റിയാണ്? പല്ലവാസിനെ പറ്റിയാണ് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് നോക്കാനുള്ളത്. നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാം. ഹർഷാസ് എംപയർ ഇവിടെ കാണാം, പല്ലവാസ് ഇവിടെ കാണാം, ചാലൂക്യാസ് ഇവിടെ കാണാം. അതിന് ഓരോന്നോരോന്നായിട്ട് എല്ലാം നമ്മൾ പറയാൻ നിൽക്കുന്നില്ല. പക്ഷെ നമ്മൾ പറഞ്ഞ ഡൈനാസ്റ്റീസ് കണ്ടപ്പോൾ എന്ത് ചെയ്തതാണ്, ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു എന്നുള്ളതാണ്. ഇത് കശ്മീർ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്. എന്നാ പിടിച്ചോ അടുത്തത്. ഹു എമംഗ് ദ ഫോളോയിങ് പല്ലവ കിങ്സ് ഒക്യുപ്പൈഡ് വാദാബി ആൻഡ് ഡിഫീറ്റഡ് ദ ചാലുക്യാസ്? താഴെ തന്നിട്ടതിൽ ഏത് പല്ലവ രാജാവാണ് വാദാബി അല്ലെങ്കിൽ ബാദാമി രണ്ടും പറയാറുണ്ട്, ചാലുക്യാസ് ഓഫ് ബാദാമി എന്നൊക്കെയാണ് നമ്മൾ പറയാം. ആൻഡ് ഡിഫീറ്റ് ഫോളോയിങ് പല്ലവ കിങ്സ് ഒക്യുപ്പൈഡ് വാദാബി ആൻഡ് ഡിഫീറ്റഡ് ദ ചാലുക്യാസ്? ചാലുക്യാസിനെ കീഴടക്കിയ പല്ലവ രാജാവ് ആരാണ് എന്നാണ് എഴുതിയിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. ചാലൂക്യാസിനെ കീഴടക്കിയ പല്ലവ രാജാവാണ് നരസിംഹവർമ്മൻ ഒന്നാമൻ എന്ന് പറയുന്നത്. നരസിംഹവർമ്മൻ ഒന്നാമനാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ചാലൂക്യാസിനെ എന്ത് ചെയ്യുന്നത്, കീഴടക്കുന്നത്. അതായത് ഈ പുലികേശൻ രണ്ടാമനെ എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നരസിംഹവർമ്മന്റെ അച്ഛനെ പുലികേശൻ തോൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ ആ പക വീട്ടാനായിട്ട് തിരിച്ചുപോയി അറ്റാക്ക് ചെയ്യുന്നതാണ് ഇതെന്ന് പറയുന്നത് നരസിംഹവർമ്മൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പോലെ നരസിംഹവർമ്മൻ ഇന്ത്യൻ യുദ്ധത്തിൽ ജയിക്കുന്നത്. ഈ നരസിംഹവർമ്മന് തന്നെ മറ്റൊരു പേര് കൂടിയുണ്ട്, അതാണ് മഹാമല്ല എന്ന് പറയുന്നത്. നമ്മുടെ മഹാബലിപുരം എന്നൊക്കെ കേട്ടിട്ടില്ല, അതൊക്കെ ഇതെന്ന് വരുന്നതാണ്. മഹാമല്ല എന്ന് പറയുന്ന പേരും ആരുടെ തന്നെയാണ്, നരസിംഹവർമ്മൻ എന്ന് പറയുന്ന ആളുടെ പേരാണ്. മാത്രമല്ല ഈ വാദാബി അല്ലെങ്കിൽ ബാദാമിയിലെ ആളുകൾ തോൽപ്പിച്ചപ്പോൾ മൂപ്പര് ഒരു ടൈറ്റിൽ എടുക്കുന്നുണ്ട്. ആ ടൈറ്റിലിന്റെ പേരാണ് വാദാബി കൊണ്ട. വാദാബി കീഴടക്കിയ ആൾ എന്നുള്ള അർത്ഥത്തിൽ വാദാബി കൊണ്ട എന്ന ടൈറ്റിൽ വരുന്നത് മാർക്ക് തന്നെയാണ്, ഈ പറയുന്ന പോലെ നരസിംഹവർമ്മന് തന്നെയാണ്. ഇനി എല്ലാവർക്കും അറിയുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ മാമല്ലപുരം അല്ലേ, മഹാബലിപുരം എന്നൊക്കെ പറയുന്നത് വരുന്നത് അതിൽ നിന്നാന്ന് പറഞ്ഞു. അവിടുത്തെ കൺസ്ട്രക്ഷൻ ഓഫ് രഥാസ് അല്ലെ, അവിടുത്തെ പഞ്ചരഥങ്ങൾ അതിന്റെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നതും ആരംഭിക്കുന്നതും ആര് തന്നെയാണ്, ഈ പറയുന്നത് പോലെ നരസിംഹവർമ്മൻ ഒന്നാമനാണെന്നും എന്ത് ചെയ്യുക, ഓർത്തുവെക്കുക. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, ചാലൂക്യന്മാരെ തോൽപ്പിച്ച പല്ലവ രാജാവാണ് പല പേരുകൾ അറിയപ്പെട്ടിട്ടുള്ള നരസിംഹവർമ്മൻ ഒന്നാമൻ എന്നറിയപ്പെടുന്ന, മഹാമല്ലൻ എന്നറിയപ്പെടുന്ന, വാദാബി കൊണ്ട എന്നറിയപ്പെടുന്ന നമ്മുടെ നരസിംഹവർമ്മൻ രാജാവ് മഹാബലിപുരത്തെ രഥങ്ങൾ പണിയഴിപ്പിക്കാൻ ഓർഡർ ഇട്ടതും ആര് തന്നെയാണ്, ഇദ്ദേഹമാണത്, ഓർത്തുവെക്കുക. എന്നാ പിടിച്ചോ അടുത്തത്. മഹേന്ദ്രവർമ്മൻ 1 ഹു റോട്ട് മത്തവിലാസ പ്രഹസന ഈസ് റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡൈനാസ്റ്റീസ്? അങ്ങനെ കണ്ടിട്ടുള്ളതല്ല, പലപ്പോഴും ചോദിക്കാറുള്ള ഡയറക്റ്റ് ആയിട്ട് ഈ മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ ഏത് ഡൈനാസ്റ്റിയിലാണെന്നുള്ളതാണ്. പക്ഷെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു എക്സ്ട്രാ പോയിന്റ് ഇവിടെ തന്നിട്ടുണ്ട്. മത്തവിലാസ പ്രഹസന എന്ന് പറയുന്നത് ആരുടെ ഭരണവുമായി ബന്ധപ്പെട്ടതാണ്, ഏത് ഡൈനാസ്റ്റിയുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓഫ് കോഴ്സ് നമ്മൾ സംസാരിക്കുന്ന പല്ലവന്മാരെ പറ്റിയാണ്. സോ പല്ലവ ഡൈനാസ്റ്റിയിലെ ആളാണ് ആരെന്ന് പറയുന്നത് മഹേന്ദ്രവർമ്മൻ 1 എന്നും എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അടുത്തത്. മഹാബലിപുരം എമർജ്ഡ് ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് സെന്റർ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ അണ്ടർ വിച്ച് ഓഫ് ദ ഫോളോയിങ് കിങ്ഡംസ് ഓഫ് സൗത്ത് ഇന്ത്യ? നമുക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമാണ്. ഇത്രയും നേരം ഇപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. മഹാബലിപുരം ആരുടെ കാലഘട്ടത്തിലാണ്, പല്ലവന്മാരുടെ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പോലെ ഈ അവിടുത്തെ ഒരു ആർക്കിടെക്ചറും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. സിമ്പിളായിട്ട് ഇങ്ങനെ തന്നെ ചോദിക്കുക, മഹാബലിപുരത്തെ പഞ്ചരഥങ്ങൾ ആരാണ് പണിയെടുപ്പിച്ചത്, മഹാബലിപുരം ആരുടെ കാലത്താണ് പണിയെടുപ്പിച്ചത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ദ ആൻസർ ഈസ് പല്ലവാസ്. അടുത്തത്. മഹേന്ദ്രവർമ്മൻ 1 വാസ് ദ റൂളർ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡൈനാസ്റ്റീസ്? തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ അതേ ചോദ്യം, വളരെ സ്ട്രേറ്റ് ആയിട്ട്. മഹേന്ദ്രവർമ്മൻ 1 എന്ന് പറയുന്ന ആള് ഏത് ഭരണാധികാരിയുടെ ഭരണാധികാരിയാണ്, ഏത് ഡൈനാസ്റ്റിയിലെ ഭരണാധികാരിയാണ്, ഏത് രാജവംശത്തിലെ ഭരണാധികാരിയാണ്? പല്ലവ ഭരണാധികാരിയാണ് ആരെന്ന് പറയുന്നത് മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ എന്ന് പറയുന്നത്. അടുത്തത്. ഇനി നമുക്ക് പാണ്ഡ്യന്മാരെ പറ്റിയാണ് നോക്കേണ്ടത്. ദ പാണ്ഡ്യ കിങ്ഡം വാസ് ഫസ്റ്റ് മെൻഷൻ ബൈ മെഗസ്തനീസ്. അന്നേ അവരുണ്ട് കേട്ടോ. പാണ്ഡ്യ കിങ്ഡത്തെ പറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, മെഗസ്തനീസ് മെൻഷൻ ചെയ്തിട്ടുണ്ട് അത്രേ. എന്താ പറഞ്ഞിരിക്കുന്നത്, ഹു സെഡ് ദാറ്റ് ദെയർ കിങ്ഡം വാസ് ഫേമസ് ഫോർ പേൾസ്? ഇവരുടെ കിങ്ഡം എന്താണ്, പവിഴങ്ങൾക്ക് ഭയങ്കര ഫേമസ് ആണ്, പ്രശസ്തമാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ദെയർ ക്യാപിറ്റൽ വാസ്, അവരുടെ തലസ്ഥാനം എവിടെയായിരുന്നു, മധുരയായിരുന്നു എന്തെന്ന് പറയുന്നത്, ഈ പാണ്ഡ്യന്മാരുടെ തലസ്ഥാനം എന്ന് പറയുന്നത്. ഒരുപാട് കാലം എക്സിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്, പോയും വന്നും മാറിയും മറിഞ്ഞൊക്കെ ഉള്ളതാണ്. എന്തായാലും പാണ്ഡ്യ കിങ്ഡത്തിലെ തലസ്ഥാനം എവിടെയായിരുന്നു, മധുരയിലാണെന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അടുത്തത്. വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ചോള റൂളർ രാജരാജ 1 റൂൾ ഫ്രം 985 AD ടു ഡാഷ്. ചോള ഡൈനാസ്റ്റിയിലെ ഏറ്റവും പ്രശസ്തനായ രാജാക്കന്മാരിൽ ഒരാളാണ് ആരെന്ന് പറയുന്നത് രാജരാജ ഒന്നാമൻ എന്ന് പറയുന്നത്. ഇദ്ദേഹം 985 AD മുതൽ ഏത് വർഷം വരെയാണ് ഭരിച്ചതെന്ന് ചോദിച്ചേക്കുന്നത്. രാജരാജ ഒന്നാമൻ 985 മുതൽ 1014 AD വരെയാണ് ഭരിച്ചിരിക്കുന്നത്. രാജരാജ ചോളൻ വളരെ ഫേമസ് ആണ്, ആരെന്ന് പറയുന്നത് രാജരാജ ചോളൻ ഒന്നാമൻ എന്ന് പറയുന്നത്. അടുത്തത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആനിമൽസ് വാസ് ദ എംബ്ലം ഓഫ് ചോള ഡൈനാസ്റ്റി? ചോള ഡൈനാസ്റ്റിയുടെ സിമ്പിൾ എന്താണ്, അവരുടെ എംബ്ലം എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. എല്ലാവർക്കും അറിയുന്നതാണ്, പല തമിഴ് സിനിമകളിലും നമ്മൾ റെഫറൻസ് കണ്ടിട്ടുള്ളതാണ്. അതിൽ കുതിരയോ ചെന്നായോ ആനയോ അല്ല, അതെന്താണ്, കടുവയാണ് എന്തെന്ന് പറയുന്നത് ചോള ഡൈനാസ്റ്റിയുടെ സിമ്പിൾ അല്ലെങ്കിൽ എംബ്ലം എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക.
അപ്പോൾ മക്കളെ ഇത്രയും ചോദ്യങ്ങളാണ് ആൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നും അല്ലെങ്കിൽ ഒരു പ്രീ മെഡീവൽ ഇന്ത്യ അതും കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചോദ്യങ്ങളിൽ എന്ത് ചെയ്തിരിക്കുന്നത് SSC സീജലിന് കഴിഞ്ഞ വട്ടം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയുള്ള ബാക്കിയുള്ള മെഡീവൽ ഇന്ത്യയിലെ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ഷമയോടെ കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമിക്സ്. ഹാവ് എ നൈസ് ഡേ.